ശോഭ ചേച്ചിനെ കാണുമ്പോൾ ഈ ഒരു കുറി നെറ്റിയിലുണ്ടാവും. എപ്പോ തൊട്ടാണ് കുറി ധരിക്കാൻ തുടങ്ങിയത്? എനിക്കൊരു 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ചന്ദനക്കുറി മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ശോഭാ സുരേന്ദ്രൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. എവിടെ നിന്നാണ് ഇത്രയും പോലീസ് കേസുകൾ വന്നത്? 100-ലധികം കേസുകളുണ്ടായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അജിത കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ ഞാനാണ്. എന്നെ വളഞ്ഞിട്ട് ഒരു കൂട്ടം പോലീസുകാർ ആക്രമിക്കുന്നു, അടിച്ച് തലപൊട്ടിക്കുന്നു. ഈ നെറ്റിയുടെ ഒരു ഭാഗം ഒരു കഷ്ണം തെറിച്ചു പോകുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണോ? BJP മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണോ? നിങ്ങളെല്ലാം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ് BJP വന്നാൽ. മുസ്ലിം ലീഗിനകത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർമാരായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരികയാണ്. റിസർച്ച് സെന്ററുകളോ ലാബുകളോ യൂണിവേഴ്സിറ്റികളോ പ്രോപ്പറായിട്ട് നമുക്കില്ല. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന് ഇങ്ങനൊരു അവസ്ഥ? കേരളത്തിലേക്ക് വേണ്ടി തന്നിട്ടുള്ള IITക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം പോലും കണ്ടെത്താൻ നമ്മുടെ നാടിന് സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ലോകരാജ്യങ്ങൾ തേടി പോകുന്നു? എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരല്പം ഗതിയുള്ളവര് നാട് വിട്ടു പോകുന്നു? എന്തുകൊണ്ട് കേരളത്തിലെ വീടുകളിൽ അച്ഛനും അമ്മയും മാത്രമായിട്ട് അവശേഷിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയാണ്. കേരളത്തിൽ ഈ പറയുന്ന ബേസിക് നെസസിറ്റി അല്ലെങ്കിൽ ബേസിക് റിക്വയർമെന്റ്സ് ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടോ? അട്ടപ്പാടി മധു വധക്കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഈ മധുവിന്റെ കൊലപാതകത്തിന് ശേഷവും FIR രൂപീകരിക്കുന്ന സമയം മുതൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഡ്രഗ്സിന്റെ ഉപയോഗം നിർത്താൻ സാധിക്കുന്നില്ല? ഇതിന് പരിഹാരമുണ്ടാകില്ല. ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു പ്രത്യേക ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. പിങ്കിൻ്റെ ഒരുപാട് എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരുന്ന ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്തൊരു വിഷയം പൊളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും പൊളിറ്റിക്സ് അല്ലാതെ വേറൊരു കാര്യം നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. സോ എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ശ്രീമതി ശോഭ സുരേന്ദ്രൻ. ഹായ്. നമസ്തേ. സോ എങ്ങനെ ഇരിക്കുന്നു? ഹൗ ആർ യു? നന്നായിട്ടിരിക്കുന്നു. കുറേ തിരക്കുകളുണ്ട്. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു എത്രയും പെട്ടെന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് കേരളം പോവുകയാണ്. യെസ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങണേറ്റും മുന്നേ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു എപ്പിസോഡിൻ്റെ പിന്നിൽ ഒരു അജണ്ടയും ഇല്ല. ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ അജണ്ട എന്ന് പറയുന്നത് നല്ല ചോദ്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ശോഭ ചേച്ചിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അതിന് തക്കതായ ശരിയായ ഉത്തരങ്ങൾ തരിക എന്നുള്ളത് മാത്രമാണ്. കാരണം പൊതുവേ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ എന്തൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രവർത്തകൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടാവുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ സംസാരിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പേഴ്സണൽ കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം. നമ്മൾ എന്നും എപ്പോഴും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടറിൽ മോഹൻലാൽ എപ്പോഴും ഒരു കുറി ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കുറി ഇടുന്നത് ചോദിക്കുമ്പം ഒരു സമയത്ത് എൻ്റെ അമ്മ തൊട്ട് തന്നതാണ്, പിന്നീട് അത് അവിടെ നിന്ന് മാറ്റാൻ തോന്നിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ശോഭ ചേച്ചിനെ കാണുമ്പം അതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടായിക്കോട്ടെ എപ്പോൾ കണ്ടാലും ഈ ഒരു കുറി നെറ്റിയിലുണ്ടാവും. എപ്പോൾ തൊട്ടാണ് കുറി ധരിക്കാൻ തുടങ്ങിയത്? അതുപോലെ ഇതൊരു വിശ്വാസത്തിനപ്പുറം എന്തെങ്കിലും ഒരു കഥയുണ്ടോ? അതായത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലെ ഒരു കർഷക തൊഴിലാളിയായിരുന്നു.
അപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ ചന്ദനം അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ സ്ഥലം വെച്ചാൽ അത് ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ കടകളിൽ കാണുന്ന പോലെ ചന്ദനം അരയ്ക്കാനുള്ള ഒരു അതിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാണക്കല്ല് എന്ന് പറയും, അതുപോലത്തെ ഒരു സംഭവമല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കല്ല്, അരക്കല്ലുണ്ടാവും. അതിൽ വേറെ ഒന്നും അരയ്ക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ സൈഡിലാണ് ഈ കയ്യിലുള്ള ചെറിയ മുട്ടി. അത് പണ്ട് അച്ഛൻ പറയുന്നത്, അച്ഛനും എത്രയോ മുമ്പ്, അതായത് അച്ഛൻ ഇത് ദൈവവിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, വീടിൻ്റെ മച്ചിൻ്റെ മുകളിലായിരുന്നു നമുക്കുണ്ടായിരുന്ന ദൈവങ്ങൾ എന്ന് പറയാം. കാരണം അന്ന് രൂപം ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് കുറേ പലകകൾ പോലെ രൂപം ഉണ്ടാവും. രൂപം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പലകകളിലാണ് രൂപം. അതായത് അത് ത്രികോണത്തിലാവും, അതുപോലെ റൗണ്ടിലാവും. അപ്പോൾ ഗുരുമുത്തപ്പൻ ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ്. അതുപോലെ തന്നെ ഓരോ പ്രത്യേക ഉപദൈവങ്ങളുണ്ടാവും. എന്താ പറയുക, അതിന് പല പേരുകളാണ്. അപ്പോൾ അതിൽ ദേവീ സാന്നിധ്യം ഉണ്ട് എന്ന് പറയും, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറേ പലക രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഞാനൊക്കെ ചോദിക്കും, ഇത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അതൊക്കെ അന്നത്തെ ഭാഷ അങ്ങനെയാണ്, അത് കാർന്നന്മാരാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തലമുറയിൽ ആരാധന നടത്തിയിരുന്ന ആളുകൾ. അപ്പോൾ വേറൊരെണ്ണം ചൂണ്ടി ചോദിക്കുമ്പോൾ പറയും അത് ഗുരുമുത്തപ്പനാണെന്ന് പറയും. പിന്നെ ചോദിക്കുമ്പോൾ പറയും അത് പറക്കുട്ടിയാണെന്ന് പറയും. പിന്നെ കരിങ്കുട്ടിയാണെന്ന് പറയും. അങ്ങനെ പല തരത്തിലുള്ള വിഷ്ണുമായ അങ്ങനെ ദൈവങ്ങൾക്ക് പല പേര്. എന്നാൽ അരയ്ക്കുന്ന ചന്ദനം ഒന്ന്, ആ ചന്ദനം ഇലയിൽ നമ്മൾ കുറച്ച് വെച്ച് പൂക്കളും വെച്ച് അങ്ങനെ അരയ്ക്കുന്നത് കല്ല്. അപ്പോൾ അടുത്ത് നമ്മൾ ചെന്നിങ്ങനെ നിന്ന് നോക്കും, അച്ഛനാണ് ഇതിൻ്റെ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം പൂജയ്ക്കുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഞാനാണല്ലോ വീട്ടിലെ ചെറിയ കുട്ടി, അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കുറച്ച് ചോദിക്കും. അപ്പം തന്നെ വീണ്ടും അരച്ച് ദൈവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അരച്ചിട്ട് തരുന്നത് നമ്മൾ ഈ വിരലിലെടുക്കും. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് വരയ്ക്കും. കാരണം കണ്ണാടി ഒന്നുമില്ല, അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് അന്നൊന്നും അത്ര ഇതല്ല. പ്രാർത്ഥിക്കുന്നു, വിരലിലെടുക്കുന്നു, വരയ്ക്കുന്നു. അപ്പോൾ അത് ചെറിയ പ്രായം മുതൽ അങ്ങനെ വരച്ചു തുടങ്ങി. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു, കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും എന്തിനാ അത് ഇങ്ങനെ ഇത്രയും വലിയ ചന്ദനക്കുറി വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഹിന്ദു വിശ്വാസം മാത്രമുള്ള ഒരാളായിട്ടല്ലേ ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചാൽ ബുദ്ധിജീവികളായിട്ടുള്ള കൂട്ടുകാർ വരെയുണ്ട്. എനിക്കൊരു 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചന്ദനക്കുറി മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഭംഗി കുറച്ച് കൂട്ടാനായിട്ട്, ഇപ്പോൾ വയസ്സായി, 51 വയസ്സായി, അപ്പോൾ കുറച്ച് ഭംഗി വർദ്ധിക്കും ഈ കുറിയുടെ നീളം ഒന്ന് കുറച്ചാലെന്ന് സിനിമാ മേഖലയിലുള്ള ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നോട് പറയണ്ടായി. അതായത് ഇത്രയും വലിയ കുറി തൊടേണ്ട ആവശ്യമില്ല, ചന്ദനം തൊടല്ലേ വേണ്ടൂ, അത് ഇത്തിരി വലിപ്പം കുറച്ചില്ല. പക്ഷേ എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ടല്ല വരയ്ക്കണമെന്നുള്ളത് കൊണ്ട് എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വരയ്ക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കുറച്ച് പൗഡർ ഇട്ടുണ്ടെങ്കിൽ പോലും ബാക്കി പണി ചന്ദനം വരച്ചതിന് ശേഷമാണ്. അപ്പോൾ അതങ്ങനെ ആയിപ്പോയി. ഇനി കുറച്ച് വേണമെങ്കിലും നിങ്ങളെപ്പോലത്തെ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് മാറ്റി കുറച്ച് ചെറുപ്പം വരുത്തണോ എന്നുള്ളതിനെക്കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ 51 വയസ്സ് വരെ ഇങ്ങനെ പോയില്ലേ, ഇനിയിപ്പോൾ വയസ്സാവും തോറും ഭക്തി കൂടുതലേ ചെയ്യുക, കുറയില്ലല്ലോ. അപ്പോൾ അത് വലിപ്പം കുറയുന്ന എനിക്ക് തോന്നണില്ല. അതെ, അത് ചേച്ചിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയി മാറി. അത് ആക്ച്വലി ഇതൊരിക്കലും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമല്ല കേട്ടോ. അതായത് ഇപ്പോൾ ലോകസഭ ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലെല്ലാം നിന്ന് ഏകദേശം 9 ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരാളാണ് ശോഭ ചേച്ചി. സോ പരാജയങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഒരിക്കലും പരാജയങ്ങളിൽ വിഷമിക്കുന്ന ഒരാൾ വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ 9 തവണ പരാജയമാവാനുള്ള കാരണം? അതായത് അത് പരാജയമായിട്ട് പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ആദ്യം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2004 അത് ഒരു ബൈ ഇലക്ഷനായിരുന്നു. അപ്പോൾ ആ ബൈ ഇലക്ഷനിൽ പാർട്ടി എത്രയോ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ പാർട്ടി തീരുമാനമെടുത്തത് മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ്റെ മകൻ മുരളീധരനെതിരെ ഒരു ബൈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിത്വം അത് ശോഭയാവണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ 2004 ഞാൻ വടക്കാഞ്ചേരിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്.
അപ്പോൾ ആ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി അതിന് നിയോഗിക്കുമ്പോൾ പാർട്ടി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ശ്രീമാൻ മുരളീധരൻ എടുത്തിട്ടുള്ള ചില സമീപനങ്ങളും അതുപോലെ തന്നെ വളരെയധികം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ചില വിഷയത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സംഘടന എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ബാലറ്റിലൂടെ അതിന് മറുപടി പറയണം എന്നുള്ളതാണ്. അപ്പം ഞാൻ തൃശ്ശൂർ പാർലമെൻറ്റിൽ സീറ്റിൽ പരിഗണിക്കപ്പെടുന്ന ഒരാളായിരുന്നു. ആദ്യത്തെ ഇലക്ഷൻ തൃശ്ശൂർ പാർലമെൻറ്റിലായിരിക്കണം എന്നായിരുന്നു, അതും ചെറിയ പ്രായത്തിലായിരിക്കണം എന്നായിരുന്നു അവരുടെ ഒരു തീരുമാനം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി PP മൂന്തൻ അദ്ദേഹം എന്നോട് പറയാണ്, ശോഭയെ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് ബൈ ഇലക്ഷനിലാണ്. അപ്പോൾ ശോഭ ഈ സ്വപ്നം മാറ്റിയിട്ട് വടക്കാഞ്ചേരിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം കോൺഗ്രസ്സിനും അതിശക്തമായിട്ടുള്ള വേരോട്ടുള്ളൊരു മണ്ണാണ്. മാത്രമല്ല അവർക്ക് അതിൻ്റെ തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ വളരെ കൂടുതൽ വോട്ടുണ്ടായിരുന്നു. BJPക്ക് അങ്ങനെ ഒരു വളരെ കുറഞ്ഞ വോട്ടാണ് അവിടെ ഉള്ളത്, 5000 വോട്ടിനടുത്ത് മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആരായാലും കുറച്ച് മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇത് നേരെ വോട്ട് ഡബിളായി. കേവലം ഒരു 2000-നും 2500 വോട്ടിനും ഇടയിലാണ് മുരളീധരൻ പരാജയപ്പെടുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുകയാണ്, ആ ഗ്രൗണ്ടിൽ വടക്കാഞ്ചേരിയിലെ ഗ്രൗണ്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ എനിക്ക് മുദ്രാവാക്യം വിളിക്കുന്നത് എനിക്ക് അവിടെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ സാധാരണ തോറ്റൊരു സ്ഥാനാർത്ഥി എന്തിനാ ഗ്രൗണ്ടിൽ പോകുന്നത്? അതായത് ഇലക്ഷൻ റിസൾട്ടിൽ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ വീടിനകത്തായിരിക്കുക. എന്താണ്, നാണക്കേടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വേദനയുള്ളവരാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് പോണത്, ഫസ്റ്റും സെക്കൻഡും പോലും വരാത്ത ഒരാൾ ഗ്രൗണ്ടിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ എന്ത് കരുതും, എൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ട് നമ്മുടെ വോട്ട് ഡബിളായി. അപ്പോൾ നമ്മുടെ വോട്ട് ഡബിളാവുമ്പോൾ അവിടെ വോട്ടെണ്ണുന്ന ആൾക്കാരുണ്ടാവും. ആ വോട്ടെണ്ണുന്ന ആൾക്കാർക്ക് സ്ഥാനാർത്ഥി ചെന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു ധൈര്യവും സ്നേഹവും ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, BJP എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ഇരട്ടിയായതുകൊണ്ടാണ് അവിടെ ശ്രീമാൻ മൊയ്തീൻ ജയിക്കുന്നത്. അന്ന് ശ്രീമാൻ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയെ കേരളത്തിന് വേണമെങ്കിൽ സമ്മാനിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഒരിക്കലും ശ്രീമാൻ മുരളീധരൻ അവിടെ പരാജയപ്പെടാത്ത ഒരു സാഹചര്യം നോക്കി വേറൊരാളെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ പോയി നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കുറഞ്ഞ വോട്ടുകൾക്ക് തോൽക്കുന്നു. എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ഡബിളാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പരാജയമാണോ? അല്ല. അത് കഴിയുമ്പോൾ എന്തുണ്ടായി, മലപ്പുറം ജില്ലയിലാണ് ഞാൻ മത്സരിച്ചത്, പൊന്നാനി. അപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു മൈനോറിറ്റി ജില്ലയാണ്. അപ്പോൾ മൈനോറിറ്റി ജില്ലയിൽ 5000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന പൊന്നാനിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ വോട്ട് 13810 വോട്ടാവുകയാണ്. അപ്പോൾ 13810 വോട്ടാവുക എന്ന് മാത്രമല്ല, അവിടെ അതിപ്രഗത്ഭനായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലീഡർ നിൽക്കുകയാണ്. അദ്ദേഹം അന്നത്തെ വളരെ കാര്യശേഷി ഉണ്ടായിരുന്ന ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പോൾ അവരുടെ പ്രസ്ഥാനത്തിന് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ലീഡർ, സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, പിന്നെ MP ഗംഗാധരൻ നിൽക്കുന്നു, നമ്മളവിടെ നിൽക്കുന്നു, 13810 വന്നു. അത് 2 ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടി എനിക്ക് അവസരം തന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു ഇലക്ഷൻ അല്ല ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഓരോ ബൂത്തിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ അവരവരുടെ ജില്ലാ സെക്രട്ടറിമാർ വന്ന് ബൂത്ത് അരിച്ച് പെറുക്കി ഓരോ വോട്ടും പിടിക്കുന്ന സമയത്ത് ആ ബൈ ഇലക്ഷനിലെ വോട്ട് വരെ നമുക്ക്, വടക്കാഞ്ചേരി ബൈ ഇലക്ഷനായിരുന്നു ആദ്യത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യത്തെ. അപ്പോൾ അത് ഡബിളായി. അത് കഴിയുന്നു. പിന്നീട് 9 സ്ഥലത്ത് ഞാൻ മത്സരിച്ചു. പക്ഷെ ആ 9 സ്ഥലത്ത് പാർട്ടിക്ക് പരാജയം ഉണ്ടായില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി പരാജയപ്പെട്ടു, പക്ഷേ പ്രസ്ഥാനം വിജയിച്ചു. പ്രസ്ഥാനം വോട്ട് ഡബിളാക്കി. അവിടെ ഞാൻ പോന്നതിന് ശേഷം ഞാൻ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 1 പാലക്കാടായിരുന്നു, അത് 2014 അവിടെ നമുക്ക് വോട്ട് ഡബിളായി. അപ്പോൾ 160 നിന്ന് 138 പോയി. അത്രയും വോട്ട് കിട്ടി. അവിടെ ഞാൻ കുറച്ചു കാലം താമസിച്ചു, അവിടെ പ്രവർത്തിച്ചു. അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു, അവിടെ 2ാം സ്ഥാനത്ത് വന്നു. പിന്നെ ആ അസംബ്ലിയിലും വേറൊരാൾക്ക് ചാൻസ് വരുന്നു, അടുത്ത് പാർലമെൻറ്റിലും ചാൻസ് വരുന്നു. മെട്രോ ശ്രീധരൻ സാറ് പാലക്കാട് മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ, കാരണം എന്നേക്കാളും
വ്യക്തിപരമായിട്ട് മറ്റാളുകളുടെ വോട്ട് സ്വാംശീകരിച്ച് പെട്ടിയിലേക്ക് എടുക്കാൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാളാണ് ശ്രീധരൻ സാർ എന്നുള്ളതുകൊണ്ട് ഞാൻ മാറിപ്പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുക, നമ്മൾ മത്സരിക്കുന്ന എല്ലാ ഇടങ്ങളിലും വോട്ട് കുറയല്ല, ഡബിൾ ആവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അതിൽ സന്തോഷിക്കും. വ്യക്തിപരമായിട്ട് എനിക്ക് MLA ആവാൻ സാധിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്, എനിക്ക് MP ആവാൻ സാധിച്ചില്ലല്ലോ എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ, ഓരോ ദിവസവും രാവിലെ എന്നെ കാണാൻ വരുന്നത് 100 കണക്കിന് ആളുകളാണ്. ഈ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ അവരവരുടെ ദുഃഖങ്ങൾ പറയാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഒരു MLAയോ MP ആയിരിക്കുന്ന ഒരാളാണ്. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പാർട്ടിയുടെ എത്ര ഉന്നത ലീഡർഷിപ്പിലിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇടയ്ക്ക് വിഷമം ഉണ്ടാവും. ഈശ്വര, ഞാനൊരു MLA ആയിരുന്നെങ്കിൽ എനിക്ക് കേരള നിയമസഭയിൽ എണീറ്റ് നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പറയാമായിരുന്നല്ലോ. ഞാൻ MP ആയിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയിരുന്ന എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ മുന്നിലും കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് പ്രൈം മിനിസ്റ്ററെ കാണാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററെ കാണാൻ സാധിച്ചിട്ടുണ്ട്, അവരുടെ വീടുകളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ചെറിയ ഒരു ഗതിയില്ലാത്ത, എന്താ പറയുക, സാമ്പത്തികമായിട്ടൊരു സാഹചര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ വളർന്നു വരാൻ അന്തരീക്ഷം പോലും തനി ഗ്രാമീണമായിട്ടുള്ള ഒരു കുഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ നിയന്ത്രിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സൂര്യനെ പോലെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയോടൊപ്പം ദേശീയ നിർവാഹക സമിതിയിലെത്താൻ സാധിക്കുക. അതുപോലെ അവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി, അതായത് BJPയിലേക്ക് പുതിയ ആളുകളെ എടുക്കുന്ന മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയും, സർവശിക്ഷ അഭിയാൻ, ഞങ്ങളുടെ ഒരു സദസ്യത അഭിയാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ 5 പേരെടുത്തപ്പോൾ കൺവീനറായിട്ട് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി വന്നു, ഞാൻ കൺവീനറായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വലിയ വലിയ നേതാക്കന്മാരെ കാണാൻ പറ്റും, ഇതിലും വലിയ നേതാക്കന്മാരെ കാണാൻ പറ്റും. അത് ഒരു പരാജയപ്പെട്ടിട്ടും പാർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നല്ലേ. അതുകൊണ്ടല്ലേ വലിയ പോസ്റ്റ് കാണാൻ പറ്റില്ല, കാറിൽ വെക്കാൻ ബോർഡില്ല, പക്ഷേ പ്രവർത്തിക്കാനുള്ള സമയം, പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നു. എത്രയോ മുഖ്യമന്ത്രിമാരെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അതിപ്പോൾ കാണുമ്പോൾ എന്നെ ട്രോളുന്ന ആൾക്കാരെ എന്ത് പറയും, ശോഭാജി അല്ലെങ്കിൽ ശോഭേച്ചി തള്ളി മറിക്കാൻ തുടങ്ങി എന്നൊക്കെ അടിക്കുറിപ്പ് കൊടുക്കും ചില ആളുകൾ. പക്ഷേ അത് സത്യമാണ്. കാരണം ഞാൻ കഴക്കൂട്ടത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് UPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗിജി, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയായിട്ടല്ലേ ആൾക്കാർ വിചാരിക്കുക. പക്ഷെ അത് സത്യമാണ്. വിളിച്ചിട്ട് പറയാണ്, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്, ശോഭ എവിടെയാണ് മത്സരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ലിസ്റ്റിൽ ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല, അപ്പോൾ ഞാൻ വരണോ എന്ന് ചോദിച്ചിട്ട് ഒരു വലിയൊരാൾ നമ്മളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. രാജ്നാഥ് സിംഗ് ജി പൊന്നാനിയിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ചങ്ങരംകുളത്ത് അദ്ദേഹം വരാൻ തയ്യാറായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. പാലക്കാട് നമ്മൾ മത്സരിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ വരുന്നു. അവിടെ പ്രൈം മിനിസ്റ്റർ എന്നോട് ചോദിച്ചു സ്റ്റേജിൽ, ശോഭയുടെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഗ്രൗണ്ടിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു. ചിലപ്പോൾ അത് അദ്ദേഹം എന്ത് മനസ്സിലുദ്ദേശിച്ചിട്ടാണ് ചോദിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു കുട്ടിയുടെ കൗതുകത്തോട് കൂടിയിട്ട് എൻ്റെ കൂട്ടുകാർ, ഞാൻ പറഞ്ഞു, ഞാൻ സത്യത്തിൽ എനിക്ക് അവരെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു അവരോട്. അതായത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയാട്ടോ എന്ന് ഞാൻ നാവുകൊണ്ട് വെറുതെ പറഞ്ഞു അവരോട്. പക്ഷേ അവരും വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേജിൽ വന്നപ്പോൾ എന്നോട് പ്രൈം മിനിസ്റ്റർ ചോദിച്ചു, ശോഭയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എവിടെയാണ് നിൽക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളുകളെന്ന് ചോദിച്ചപ്പോൾ ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, പിന്നീട് ഞാൻ വേണമെങ്കിൽ തരാം. അപ്പോൾ ഞാൻ വിരൽ ചൂണ്ടി അവരെ കാണിച്ചു കൊടുക്കുന്നു. അവരൊക്കെ ഞെട്ടിപ്പോയി. ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് തോന്നി ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ എണീറ്റ് നിൽക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ലൈഫിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രൈം മിനിസ്റ്റർ വരുന്നു, ഒരൊറ്റ പാർലമെൻറ്റിൽ പോലും ഹോം മിനിസ്റ്റർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടുണ്ടായില്ല, അത്രയും തിരക്കായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി. ആലപ്പുഴയിൽ അദ്ദേഹം വന്നു. പ്രൈം മിനിസ്റ്റർ തൃശ്ശൂരായിരുന്നു. കാരണം പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു സ്ഥലത്ത് ഹോം മിനിസ്റ്റർക്കും കൂടി വരാൻ പറ്റില്ല. അങ്ങനെയല്ലേ അത് സാധിക്കുള്ളൂ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടല്ല. കേരളത്തിൽ BJPക്ക് മുന്നേറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ വരുമ്പോൾ ആ വരുന്നതിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, കഴക്കൂട്ടം എനിക്കൊന്നും സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു ഷാൾ എനിക്ക് ഇടാൻ പറ്റിയില്ല പരസ്യമായിട്ട്. അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ
പ്രൈം മിനിസ്റ്റർ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു കൈയായിട്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, എന്നെയാണോ വിളിക്കുന്നത്? പക്ഷെ എന്നെയാണ് വിളിച്ചത്. അപ്പം ഞാൻ പിന്നിൽ നടന്നു പോയി. അപ്പം നടന്നു പോയ സമയത്ത് എന്നോട് ചോദിച്ചു, ഒരു ഫോട്ടോ എടുക്കണമല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ ഒരു പേഴ്സണൽ സെഷൻ നമ്മൾ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പോലീസ് കേസുകൾ ശോഭ ചേച്ചിയുടെ പേരിൽ. ഇപ്പം സ്ത്രീപക്ഷമായിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പോലീസ് കേസുകൾ വന്നിട്ടുണ്ട്. അത് വന്ന വഴി ഒരുപാട് പേർക്ക് അറിയില്ല. എവിടെ നിന്നാണ് ഇത്രയും പോലീസ് കേസുകൾ വന്നത്? എന്തുകൊണ്ടായിരിക്കാം? അതായത് ഞാൻ എപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന ഒരാൾ, സമരങ്ങളിൽ ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാലക്കാട് അട്ടപ്പാടിയിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെട്ട ട്രൈബൽ ഹോസ്റ്റലിനകത്ത് പീഡനം അനുഭവിച്ച കുട്ടികളുടെ ഒരു വാർത്ത പുറത്തു വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എനിക്ക് അവിടെ ഞാൻ ആരാണെന്നോ ഞാൻ ഏത് സ്ഥലത്താണെന്നോ ഒന്നും ഞാൻ നോക്കില്ല. പിറ്റേ ദിവസം നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് എടുത്ത സമീപനം എന്ന് പറയുന്നത്, അട്ടപ്പാടിയിലെ ട്രൈബൽ ഹോസ്റ്റലിൽ ഞങ്ങൾ ചെന്നു, ഗേറ്റ് പൂട്ടി, ഞങ്ങൾ തന്നെ താഴിട്ട് പൂട്ടി. അപ്പോൾ താഴിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ അലംഭാവം കൊണ്ടാണ് പുറത്തുനിന്ന് ആളുകൾ ഹോസ്റ്റലിനകത്ത് എത്തിയതും ആ സംഭവം അവിടെ ഉണ്ടായതും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്രയും വലിയൊരു കാര്യം ചെയ്തത്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങണം. ഗവൺമെൻറ് അവരുടെ പക്ഷത്ത് നിന്നു, പോലീസിനെ വിളിച്ചു വരുത്തി. അതിമൃഗീയമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി, ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി. ആ ലാത്തി ചാർജിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകർക്കും മുഴുവൻ വലിയ മാരകമായിട്ടുള്ള അടിയേറ്റു, കേസുകളുണ്ടായി. അത് കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. എന്നാൽ പിന്നെ വീട്ടിലിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ല. നമുക്ക് കിളിരൂർ കേസുണ്ടായി, അനഘയുടെ കേസുണ്ടായി, കവിയൂർ. ഈ കിളിരൂർ ഷാരിയുടെ കേസും അനഘയുടെ കേസും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ റോഡ് തടഞ്ഞാൽ കേസാണ്. ചിലപ്പോൾ നമ്മൾ ആ പ്രദേശം എവിടെയാണോ നമ്മൾ ഉപരോധത്തിനിരിക്കുന്നത്, ഉപരോധം തീരുമാനിക്കുന്നത്, ആ ഉപരോധ സ്ഥലം, അതിൽ കേസ് വരുമോ, അത് ഏത് കേസായിരിക്കും എന്നൊന്നും ചിന്തിക്കില്ല. സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷയിൽ ചിലപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ആഹ്വാനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കേസ് വന്നത്. പക്ഷെ പോലീസിനെ ആക്രമിക്കാനുള്ള ആഹ്വാനമല്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മന്ത്രി ആരാണോ അവർക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ സ്വത്വബോധത്തെ, തൻ്റെ പോലീസ് അധികാരി എന്നുള്ള അധികാര ചിഹ്നങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയവൽകൃതമായിട്ടുള്ള പോലീസ് സംവിധാനം ഉണ്ടായാൽ അതിനെതിരെ അതിശക്തമായിട്ട് പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കേസുണ്ടായി. അത് കഴിഞ്ഞു. പെരുമ്പാവൂരിൽ ഞങ്ങൾക്ക് കേസുണ്ടായി, പോലീസ് കേസുണ്ടായി. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേരളം വളരെയേറെ വേദനയോടുകൂടി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കേസ്. അത് പെരുമ്പാവൂരിലെ ജിഷയെ നമുക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. മരണപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് അവരുടെ പേര് പറയുന്നത്. സൗമ്യ വധക്കേസുണ്ടായി. ഗോവിന്ദച്ചാമി സൗമ്യയെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ അന്ന് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ പാടുണ്ടോ? അവിടെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ പാടുണ്ടോ? അവിടെ നമ്മൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? പക്ഷെ സമരം നയിക്കുന്ന സമയത്ത് കുറച്ചധികം തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങളാണ് ഞാൻ നടത്താറ്. അവിടെ പിന്നെ നമ്മൾ ഒരു അഴകുഴമ്പൻ സമീപനം നമുക്കില്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സമരരംഗത്തേക്ക് എടുത്തു ചാടുന്ന സമയത്ത് അനവധിയായിട്ടുള്ള കേസുണ്ട്. ശബരിമല ഇഷ്യൂ വന്നു. ഇപ്പോൾ ശബരിമല ഇഷ്യൂ വന്ന സമയത്ത് എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? നമ്മൾ ആരെയും ഉപദ്രവിക്കാനല്ല വിശ്വാസം. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിനകത്തേക്ക് വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ അവിടെ പോയത് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, BJP സമരം തീരുമാനിക്കുന്നതിന് മുൻപ് അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ശ്രീധരൻപിള്ള സാറായിരുന്നു. എന്നാൽ അദ്ദേഹം തീരുമാനമെടുത്തു, ഞങ്ങൾ 1-2 ആളുകൾ ഇതിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ പാർട്ടി നയം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ സമര പോരാട്ടത്തിലേക്ക് എടുത്തു ചാടേണ്ട ഒരു സാഹചര്യം എന്നെപ്പോലെയുള്ള ആളുകൾക്കുണ്ടായി. ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ആ ശബരിമല വിഷയത്തെ ഞങ്ങൾ ഏറ്റെടുത്തു. അത് ഞങ്ങൾക്ക് കേവലം ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് കോൺഗ്രസ്സിന് ശബരിമല. ഞങ്ങൾക്കതല്ല. ഞങ്ങൾക്ക് ശബരിമലയിൽ ഇന്നും ഞാൻ ശബരിമല കണ്ടിട്ടില്ല. കാരണം എനിക്കിപ്പോൾ 51 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് പോകാനുള്ള ഒരു സമയം,
ആ സമയം വരുമ്പോൾ അവിടെ ഭഗവാനെ കാണാം. എന്നാൽ അവിടെ ഇരിക്കുന്ന ഭഗവാനെ മനസ്സിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഇത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഞങ്ങൾ തകർക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇതൊരു സ്വകാര്യ കേന്ദ്രമാക്കി മാറ്റാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ല എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശബരിമലയിലേക്ക് കടന്നു കയറാൻ പരിശ്രമിച്ച സമയത്താണ് അവിടെ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുണ്ടായി. വീട്ടിൽ നിന്ന് പെട്ടി പാക്ക് ചെയ്യാണ്. പിന്നെ ചോദ്യം ഉത്തരവൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ നമ്മൾ അന്വേഷിക്കുന്നില്ല. 1 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും റോഡിലായാലും വീട്ടിലായാലും ഈ വിഷയത്തിന് ഒരു അവസാനം വന്നിട്ടേ തിരിച്ചു വീട്ടിലേക്ക് കയറൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് സമരത്തിന് പോകുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 100 കണക്കിന് കേസുകളുണ്ടായി. ഇപ്പോൾ പല കേസുകളും എത്ര കേസുകളുണ്ട് ശോഭ അത് ചേച്ചിയുടെ പേരിൽ? അല്ല, അത് പലതും തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ശബരിമല തന്നെ എന്നാൽ ഏതാണ്ട് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്കൊരു 100-ലധികം കേസുകളുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില കേസുകൾക്ക് പ്രത്യേകമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തു. അതായത് പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസാണ് എനിക്ക് ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. കാരണം ടോൾ സമരത്തിൽ സത്യത്തിൽ എന്താ സംഭവിച്ചത്, അവിടെ വലിയ മീഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു TCVയുടെ ചെറിയൊരു തൃശ്ശൂരിലെ ചാനൽ മാത്രമായിരുന്നു. ആ ചാനൽ പ്രവർത്തകൻ പോലും അടി തുടങ്ങുന്ന സമയത്താണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിലൊരു ക്ലിപ്പിംഗ് നമുക്ക് കിട്ടാൻ കാരണം. ഞാൻ തന്നെ ആലോചിച്ചു, എന്നെ ഇത്രയും ക്രൂരമായിട്ട്, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഗൗരിയമ്മ വളരെയധികം പോലീസ് ക്രൂര പീഡനത്തിനിടെ ഇരയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഗൗരിയമ്മയ്ക്ക് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്ന അജിത കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ ഞാനാണ്. അപ്പോൾ അങ്ങനെ അന്ന് എന്താ സംഭവിച്ചത്, മാർച്ചിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം പോലീസ് നമ്മളെ നിരീക്ഷിച്ച് അവർക്കൊരു ആജ്ഞ കിട്ടിയിട്ടുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തീർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ആ പോലീസ് ലാത്തിച്ചാർജിൽ സാധാരണഗതിയിൽ സ്ത്രീകളല്ലേ വരേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീകളല്ലേ ലാത്തിച്ചാർജ് വേണമെങ്കിൽ പോലും നൽകേണ്ടത്. അവിടെ ഞാൻ കണ്ട കാഴ്ച, എന്നെ വളഞ്ഞിട്ട് ഒരു കൂട്ടം പോലീസുകാരെ ആക്രമിക്കുന്നു, അടിച്ച് തല പൊട്ടിക്കുന്നു, ഈ നെറ്റിയുടെ ഒരു ഭാഗം ഒരു കഷ്ണം തെറിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് എന്നെ LA ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ പോയി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ പോലീസിൻ്റെ പണിയാണ്. ഞാൻ എന്താ അതിനുശേഷം എന്നെ തല്ലിയ പോലീസുകാരെ എനിക്ക് പലരെ അറിയാം. അതിൽ DYSP ആഹ്വാനം കൊടുത്തത് എനിക്കറിയാം, അതിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ പേരെനിക്കറിയാം, അതിൽ ആ സമയത്ത് SIയുടെ പേരെനിക്കറിയാം. പക്ഷേ ഞാൻ അവർക്കെതിരെ പ്രൈവറ്റ് ന്യായം കൊടുക്കാനും വേണമെങ്കിൽ പോവാം. ഒരു സ്ത്രീനെ പുരുഷ പോലീസുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചാൽ അതിന് എതിരായിട്ടുള്ള നിയമവ്യവസ്ഥിതി എന്താണ് എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ആ പോലീസ് അധികാരികൾ ഗതികേടുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തല്ലിത്തീർക്കാൻ പരിശ്രമിച്ചു, എവിടെ നിന്നോ കിട്ടിയ ഒരു ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അവർക്കെതിരെ ഇപ്പോഴും ഞാൻ അവരിൽ പലരെയും കാണാറുണ്ട്. ഞാനൊന്നും തിരിച്ചു പറയാനോ ഒന്നിനും പോയിട്ടില്ല. അങ്ങനെ ടോൾ സമരത്തിൽ ഞാൻ 1.5 മാസം എൻ്റെ വീടിനകത്ത് എനിക്ക് കിടക്കേണ്ടി വന്നു. അത്രയും വലിയ ഒരു ലാത്തി ചാർജായിരുന്നു. ശബരിമല സമയത്ത് വലിച്ചഴിച്ചുകൊണ്ട് റോഡിലൂടെ പോകാൻ വേണ്ടി ഒരു മീഡിയ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ബസ്സിൽ നിന്ന് ഞാൻ പറയുന്നുണ്ട് പോലീസ് അധികാരികളോട്, നിങ്ങൾ സ്ത്രീ പോലീസ് വരണം, ഞങ്ങളെ ഈ പോലീസ്, അതായത് ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് ഞങ്ങളിവിടെ ഇറക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കാടാണ്, ഈ പ്രദേശത്ത് ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടും ഒരു 4 ആൾ കൂടി നിൽക്കാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങളെ ഇറക്കുന്നത്. ഞങ്ങൾ 5 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഞങ്ങളെ ക്രൂരമായിട്ട് അടിച്ചൊതുക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ അവർക്കത് സാധിച്ചില്ല. ഞാനപ്പോൾ വിശ്വസിക്കുകയാണ്, ഈശ്വരീയമായിട്ടുള്ള വിശ്വാസം അവിടെ വീണ്ടും വർക്കൗട്ട് ആവുകയാണ്. അവിടെ ഒരു തമിഴ് ചാനലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു തമിഴ് ചാനലുകാരൻ വഴിതെറ്റി അവിടെ വന്നതാണ്. അതായത് കൂട്ടം തെറ്റി വന്ന ഒരാൾ, അയാൾ ഞങ്ങളുടെ ഈ വീഡിയോ പകർത്തി ഞങ്ങളെ വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ ഓർക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം വേദനയാണ്. കാരണം നിഷ്ഠൂരമായിട്ടുള്ള പീഡനമുറകൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും അതൊരു വിഷയമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണ്, അതിനൊരു തൻ്റേടായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയധികം കേസുകളുണ്ട്. ഇപ്പോൾ എന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ആറ്റിങ്ങലിൽ ഒരു കേസുണ്ട്, 7 വർഷം മുമ്പ് വഴി തടഞ്ഞ ഒരു കേസ്. ആ കേസിൽ ഞാൻ സ്ഥാനാർത്ഥിയാവോ എന്ന് കരുതിയിട്ട് ആ കേസ് ജാമ്യം എടുത്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് സ്നേഹമുള്ള പോലീസ് വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നുണ്ട് അത് വന്ന് ജാമ്യം എടുക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഒരു നടക്കട്ടെ. ഇതിൽ ഞാനിപ്പോഴും ചിന്തിക്കുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP ഇപ്പം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ തന്നെ BJPക്ക് സീറ്റ് കിട്ടിയ സമയത്ത് തന്നെ BJP കേരളത്തിൽ വരുന്നതിന് ഒരുപാട് പേര് ഭയക്കുന്നുണ്ട്. ഒരുപാട് ന്യൂസ് ചാനലുകളെ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് BJP വന്നാൽ നമ്മൾ ഭയക്കണം, ഇനി നമ്മൾ ഭയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈൻസ് ഞാൻ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് ആൾക്കാർ BJP കേരളത്തിൽ വരുന്നതിനെ ഭയക്കുന്നത്? ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഞങ്ങൾ
കോർപ്പറേഷനിൽ വിജയിച്ചപ്പോഴാണ് പിന്നീട് അവിടുത്തെ സെക്രട്ടേറിയറ്റ് ആസ്ഥാന മന്ദിരം BJPയുടെ കൈകളിലേക്ക് എത്തിയത്. അപ്പോൾ കേരളത്തിൽ ഇത്രയധികം പുറത്തു നിന്നുള്ള ആളുകൾ, ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയുള്ള നാടാണ് തിരുവനന്തപുരം എന്നാണല്ലോ രണ്ട് പാർട്ടിക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് BJP ചില ഗ്രാമങ്ങളിൽ ജയിക്കുമ്പോൾ ഒരാത് ഗ്രാമത്തിലല്ലേ ജയിക്കുന്നത് പറയും, ചില പട്ടണങ്ങളിൽ ചില പ്രദേശത്ത് ജയിക്കുമ്പോൾ പറയും അതൊരു പർട്ടിക്കുലർ പ്രദേശത്തല്ലേ എന്ന് പറയും. പക്ഷേ ഇത് 101 പേരിൽ അല്ലേ, അതായത് അത്രയധികം ആളുകൾ, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും രഹസ്യമായിട്ട് ഒരു അജണ്ട ഉണ്ടാക്കിയതിന് ശേഷവും അവിടെ ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, പിടിച്ചെടുക്കുക എന്നുള്ള വാക്ക് പോലും ഞാൻ അതിനൊന്നും മാറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. എടുക്കുകയാണ്, സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കോർപ്പറേഷനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ, അവരുടെ വിചാരങ്ങളെ, അവരുടെ അവശതകളെ, അവരുടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ജിജ്ഞാസയെ, അതിനെയെല്ലാം ഏകീകരിച്ചെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തുമില്ലാത്തത്ര വികസന പദ്ധതികൾ അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു ആത്മീയ ടൂറിസത്തെക്കുറിച്ച്. ഇന്നലെ ഞാൻ അത് ഞങ്ങളുടെ മിസ്റ്റർ രാജേഷ് പറയുന്നത് കേട്ടു, കോർപ്പറേഷൻ്റെ ചെയർമാൻ. കാരണം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്ന എൻ്റെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതായത് ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ സ്വപ്ന പദ്ധതി എന്ന് എന്നോട് ഒരു അവതാരകൻ ചോദിച്ച സമയത്ത് ഞാനതിന് പറഞ്ഞൊരു മറുപടി. അപ്പോൾ അത് തിരുവനന്തപുരത്തിന് അതിൽ നിന്ന് ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മേയർക്ക്, കേരളത്തിൻ്റെ മേയർ, തിരുവനന്തപുരത്തിൻ്റെ മേയർക്ക് സാധിക്കുന്നതും അതിനെക്കുറിച്ച് വിശാലമായ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മേയർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ വരുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 2ാം സ്ഥാനത്ത് 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വന്ന ആളാണ്, പരാജയപ്പെട്ടു പോയി. എൻ്റെ കൊളീഗ്സ് 6 പേര് 2ാം സ്ഥാനത്ത് വന്നവരാണ്. അപ്പം ഞങ്ങളൊരു 7 പേര് കേരള നിയമസഭയുടെ അകത്ത് ഉണ്ടായിരുന്നെങ്കിലോ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ കട്ടളപ്പാളി പൊളിക്കാനുള്ള ധൈര്യം കാണിക്കൂ. അവിടെ കട്ടളപ്പാളി പൊളിച്ചാൽ കേരള നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കാതെ വിയർക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ആർക്കാണ് നഷ്ടമുണ്ടായത്? കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടായത്. അപ്പം ഞങ്ങൾ വരാത്തതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. ഞങ്ങൾ വരുമ്പോൾ ലാഭമുണ്ടാകുന്നത് അതത് പ്രദേശത്തെ ജനങ്ങൾക്കാണ്. ഇന്ന് ഞങ്ങൾ വളരെയധികം സ്ഥലങ്ങളിൽ വലിയ ശക്തിയായിട്ട് മുന്നോട്ട് പോയി. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചു, തിരുവനന്തപുരത്ത് പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഗ്രാമീണ പ്രദേശമായിട്ടുള്ള ആലപ്പുഴയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. വലിയ ഒരു മൂവ്മെൻറ്റിലേക്ക്, ഇനി പെർസെൻറ്റേജ് കണക്കോ അല്ലെങ്കിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ള കണക്കല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നേറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി കൊടുത്തത്. ഗുജറാത്തിലെ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷനിലൂടെ കാത്തിരുന്നാണ് എന്തോ വലിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു കാര്യം. പക്ഷെ അദ്ദേഹം ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ശൗചാലയമാണ്. എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാർക്കും ശൗചാലയം എത്തിക്കുക എന്നുള്ളത്. ആ സമയത്ത് പ്രതിപക്ഷം വളരെയധികം കളിയാക്കി അദ്ദേഹത്തെ. അതുപോലെ റാഫേൽ പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്തുകൊണ്ട് ശൗചാലയം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നം, അതന്നൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന്, അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ധാരാളം സമ്മാനങ്ങൾ കിട്ടുന്ന സമയത്ത് അദ്ദേഹം അത് ചെയ്യാൻ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ലേലം വിളിക്കും. ലേലം വിളിച്ച് കിട്ടുന്ന മുഴുവൻ പൈസയും പെൺകുട്ടികളുടെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി. അതിന് കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിനകത്തും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ്. കാരണം അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് ജോലി സാധ്യതകൾ കുറവാണ് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും. അപ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അദ്ദേഹം ഗുജറാത്തിൽ കണ്ടത് പെൺകുട്ടികളുടെ മുന്നേറ്റം. ഇന്ത്യയിൽ അദ്ദേഹം ചെയ്ത പദ്ധതികൾ നോക്കൂ. ശൗചാലയം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ലോകം ശ്രദ്ധിച്ചു നമ്മുടെ നാടിനെ. കാരണം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ പോയിൻറ്റിൻ്റെ ആദ്യപടിയാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള, അതായത് അച്ഛനോ മകനോ
ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വിളക്കും കത്തിച്ച് അല്ലെങ്കിൽ ചൂട്ടും കത്തിച്ച് കാടിനകത്തേക്ക് കയറിപ്പോയി പ്രാഥമിക കൃത്യനിർവഹണം നടത്തി തിരിച്ചു വരുന്ന ഒരമ്മയുടെ ബുദ്ധിമുട്ട്, ഒരു യുവതിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു മകളുടെ ബുദ്ധിമുട്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ആത്മാഭിമാനം, ഇന്ത്യയുടെ ആത്മാഭിമാനം നിലനിൽക്കുന്നത് പെൺകുട്ടികളിലാണ്, അമ്മമാരിലാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം ശ്രീമാൻ നരേന്ദ്രമോദി ആദ്യത്തെ പ്രഖ്യാപനമായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി അമ്പലങ്ങൾ കെട്ടലല്ല, ശുചിത്വമാണ്, അത് എൻ്റെ പെൺകുട്ടികളുടെ ആത്മാഭിമാനമാണ് എന്ന് അദ്ദേഹം ഊന്നി പറയേണ്ടായി. അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് സംവിധാനം കൊണ്ടുവന്നത്. കളിയാക്കിയിട്ടുള്ള പ്രതിപക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അതിന് പേരിട്ടത് സ്വച്ഛ് ഭാരത് എന്നായിരുന്നു. ആ സ്വച്ഛ് ഭാരതിനെ ലോകരാജ്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിൽ ഇന്നും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡരികിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഒരു ശൗചാലയ സംവിധാനം ആവശ്യത്തിനുണ്ടാക്കാൻ, കാറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ആവശ്യത്തിനുണ്ടാക്കാനോ വൃത്തിയും വെടുപ്പുമായിട്ട് അത് കൊണ്ടു നടക്കാനോ പോലും ഇത്രയും സാംസ്കാരിക മുന്നേറ്റം നടത്തി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് പോലും സാധിച്ചിട്ടില്ല. അന്ന് നരേന്ദ്രമോദി ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ അച്യുതാനന്ദനായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ പോലും പല കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാനും എന്നാൽ അതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം അന്ന് ഈ കാര്യത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പത്രക്കാരുടെ മുന്നിൽ. എന്നാൽ 3 ലക്ഷം ടോയ്ലറ്റുകളാണ് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതിയിലൂടെ കിട്ടിയത്. അപ്പോൾ 3 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ നമ്മുടെ കുട്ടികൾ ഇതേ ദുരനുഭവങ്ങൾ മനസ്സിനകത്ത് ഒതുക്കി വെച്ച് വേദനിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണല്ലോ അതിനർത്ഥം. 3 ലക്ഷം ടോയ്ലറ്റുകൾ കേരളത്തിലും ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ന് ഏതാണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്ന് ഓൺലൈനായിട്ട് അദ്ദേഹത്തിൻ്റെ ടീം മനസ്സിലാക്കിയാൽ അത് 24 മണിക്കൂറിനകം നടപ്പിലാക്കി കൊടുക്കണം എന്ന് കലക്ടർക്ക് ഓർഡർ ഇടുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മുൻപ് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് അന്ത്യോദയ അന്നയോജന പദ്ധതിയായിരുന്നു. അതായത് റോഡിൽ അന്തി ഉറങ്ങുന്ന മക്കളില്ലാത്ത മനുഷ്യർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് കൊടുക്കാൻ ആരുമില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് സൗജന്യമായിട്ട് ധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ ഒരു വ്യക്തിയെ പോലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന അല്ലെങ്കിൽ പൂർവികനായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രവർത്തന പദ്ധതികളുടെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി വലിയ ഗംഭീരമായിട്ടുള്ള ഈ പ്രൊജക്റ്റിനെ അവതരിപ്പിച്ചത്. അത് കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്ന് പേരിട്ട് വിളിച്ചു. ഫണ്ടെല്ലാം കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ പോലും എന്നാൽ അതിൻ്റെ പേരിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഉപജ്ഞാതാവ് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. ഈ കേരളത്തിലൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പം ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കേരളം ഡെവലപ്ഡ് ആണ് എന്ന് ബേസിക് ആയിട്ടെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നത് പബ്ലിക് ടോയ്ലറ്റ് ഉള്ളപ്പോഴാണ്. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് എല്ലാ സ്ഥലത്തും കിട്ടുക എന്ന് പറയുന്നത് ഇന്നും വളരെ എന്താ പറയുക അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഭയങ്കര പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര യൂറിനറി ഇൻഫെക്ഷൻ വരെ വന്നിട്ടുണ്ട്. അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ. ഒരു മെന്നിനെ സംബന്ധിച്ച് ഇപ്പം പൊതുസ്ഥലത്ത് ഈ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരത് ചെയ്യും. ഇപ്പോൾ ഒരു രാത്രി നേരത്തെ ഒരു പെൺകുട്ടി അതുകൂടെ നടന്നു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ ആസ് എ വിമൻ ഒരു കേരളത്തിലൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും പെൺകുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക, പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്. കാരണം ഇത്ര വർഷമായി നമ്മുടെ കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്നു. 2 പാർട്ടികൾക്കും ധാരാളം വർഷങ്ങൾ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ഇന്നും പ്രാഥമിക കൃത്യനിർവഹണത്തിന് മതിയായ സൗകര്യങ്ങളില്ല, സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്ത് ശുചീകരണ പ്രവൃത്തി നടക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളൊരു കാര്യമാണ്. +2 കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം അത് നിലച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് പാവങ്ങൾക്ക്. എന്താണ്
+2 വരെ സർക്കാർ സംവിധാനത്തിലൂടെ നമുക്ക് പഠിക്കാം. +2 കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങാനും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങാനും ഇന്നും കഷ്ടപ്പെടുന്ന, ഉപരിപഠനത്തിന് പോകാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ വികസന രേഖയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് +2 കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പദ്ധതി. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. അത് സ്തനാർബുദവും അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറും വളരെയേറെ പടരുകയാണ്. അപ്പോൾ ഉള്ള സ്ത്രീകളിൽ 2%, അതായത് ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം ആളുകളിലേക്ക് ഈ രോഗം പടർന്നു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പോലും ICMRൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഒരു സെൻറ്റർ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകമായിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പോൾ എനിക്കൊക്കെ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്തനാർബുദത്തെ ചികിത്സിക്കാൻ, സെർവിക്കൽ ക്യാൻസറിനെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സെൻറ്ററുകൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ്. കാരണം ഒരു സ്ത്രീ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. ഒരാഴ്ചയിൽ ഒരാൾ എന്നുള്ള രീതിയിൽ രോഗം പിടിപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ നാട്ടിൽ അതിന് വലിയൊരു മാറ്റമുണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതോടൊപ്പം ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീ വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അത് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. എനിക്ക് 2 മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. അതായത് ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു, ആലപ്പുഴയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കും. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ പുറത്തിറക്കിയിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റോ മഹിളാ മോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺകുട്ടികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടേണ്ടതായിട്ടുള്ള അവരുടെ യാത്രകളിൽ അവർക്ക് സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവർക്ക് മതിയായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം, അവർക്ക് ജോലി സാധ്യത. അതായത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ, അതിൽ പെൺകുട്ടിയും ആൺകുട്ടിയും വരും, അതായത് അവർ പഠിച്ചിറങ്ങി അവർക്ക് ജോലി അന്വേഷിച്ച് പോകണം, ഒരു പൈസയും കയ്യിലില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം അത് കർണാടക ഗവൺമെൻറ് എൻ്റെ സ്വപ്ന പദ്ധതിയെ ഇപ്പോൾ കർണാടക ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനർത്ഥം അവിടെയും അത്തരത്തിൽ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം യുവനിധി എന്നാണ് അതിന് പേര്. അതായത് ജോലിയില്ലാത്തവർക്ക് 36,000 രൂപ ഒരു വർഷം കൊടുക്കുന്ന ഒരു യുവനിധി പദ്ധതി. ആ പദ്ധതി ഇത് എനിക്ക് അവിടെ അന്ന് ചിന്തിക്കാനും അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ നാടിനെ ഒരു വികസിത രാജ്യത്തുള്ള പോലെ എന്തുകൊണ്ട് നമുക്കാക്കിക്കൂടാ? കാരണം നമ്മളെപ്പോഴും പ്രൗഢി പറയാറുണ്ടല്ലോ, ഞങ്ങൾ കേരളം എല്ലാ കാര്യത്തിലും മുന്നിലാണ്. നമ്മുടെ കേരളത്തിലാണ് വാഗ്ബടാനന്ദ സ്വാമികളും സത്യാനന്ദ സ്വാമികളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണ് ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ സമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ചും അർദ്ധനാരീശ്വര സങ്കല്പം പോലെ പുരുഷനും സ്ത്രീയും ഒരുപോലെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ നാട് വികസിക്കപ്പെടൂ എന്നുള്ളതും ചർച്ച ചെയ്തത്. ഇവിടെയാണ് നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അഗാധമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ടായത്. ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടായി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ അവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളല്ല. ഇവിടുത്തെ നവോത്ഥാന നായകന്മാരും ഇവിടുത്തെ ഋഷിതുല്യന്മാരായിട്ടുള്ള ആളുകളും ഋഷീശ്വരന്മാരും ഇവിടുത്തെ വലിയ വലിയ ആളുകളും കടന്നു വന്ന നാൾ വഴികളിലൂടെ അവർ ഈ നാട്ടിലുണ്ടായിരുന്ന അനാചാരത്തിനെതിരെ പോരാട്ടം നടത്താൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിതം കൊടുക്കുകയും അവിടെ അവർ വിജയിക്കുകയും അവർ ഉഴുതുമറിച്ച കേരളത്തിൻ്റെ നവോത്ഥാന ഭൂമികയിൽ ഭാഗ്യവശാൽ മാർക്സിസ്റ്റ് പാർട്ടി വിത്തിറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വിത്തിറക്കിയ ആളുകൾ ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഉടയോൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ നാട്ടിലുണ്ട്. എന്നാൽ ഭരണം കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ലോകരാജ്യങ്ങൾ തേടി പോകുന്നു? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പുറം നാടുകളിൽ പോയിട്ട് പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരല്പം ഗതിയുള്ളവർ നാട് വിട്ടു പോകുന്നു? എന്തുകൊണ്ട് കേരളത്തിലെ വീടുകളിൽ അച്ഛനും അമ്മയും മാത്രമായിട്ട് അവശേഷിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരളം, ഞാനത് എനിക്ക് പറയണം, കാരണം എന്തുകൊണ്ട് നമ്മുടെ കേരളം ഇങ്ങനെ വലിയ പൊതുകടത്തിൻ്റെ അടിമകളായിട്ട് മാറി എന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 4.8 ലക്ഷം കോടി രൂപയാണ്. ഇവിടെ കഴിഞ്ഞ 2024 ശ്രീമാൻ ബാലഗോപാൽ എടുത്തിട്ടുള്ളത് 36,000 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. 2025 45,000 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ കടബാധ്യതയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കടം
എന്തിനു വേണ്ടി ഈ കടമെടുത്തു, ഈ പണം ഏതെല്ലാം മേഖലകളിൽ നമ്മൾ വിനിയോഗിച്ചു, അവിടെ നല്ല പദ്ധതികളാണോ നമ്മൾ കൊണ്ടുവന്നത്, ആ പദ്ധതികളിൽ നിന്ന് മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ, എത്ര നമുക്ക് കടമെടുക്കാം, എങ്ങനെ നമ്മുടെ നാടിനെ നല്ലൊരു ധനനയം രൂപീകരിക്കാം എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു. ഒരുപക്ഷെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ആദ്യം പ്രാമുഖ്യം നൽകുന്നത് നേരത്തെ പറഞ്ഞ ഈ പെൺകുട്ടികളിലൂടെയുള്ള മുന്നേറ്റം. അതിന് എൻ്റെ ബിലവഡ് ലീഡർ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ സുകന്യ സമൃദ്ധി പദ്ധതി, ജനിച്ചു വീഴുന്ന ഓരോ പെൺകുട്ടിയിൽ നിന്നും തുടങ്ങുന്ന വിദ്യാഭ്യാസം ഓരോ പെൺകുട്ടിയിലൂടെയും കൊണ്ടുവരുന്ന അമ്മമാരെ കരുതലായി മാതൃവന്ദനം പദ്ധതി പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് പോലെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ കടബാധ്യതയെ എങ്ങനെ കുറച്ചുകൊണ്ട് ഒരു ധനനയം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫിസ്ക്കൽ പോളിസി കൗൺസിൽ വേണം. അത് സ്വീഡൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അവർ ഏറ്റവും വലിയ ധനനഷ്ടത്തിലൂടെ അവർ മുന്നോട്ട് പോയി, നാട് തകർച്ചയുടെ വക്കിലെത്തി, അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യവുമില്ലാതെ വന്നപ്പോൾ ആ നാട് ചിന്തിച്ചത് ഏറ്റവും നല്ല ധനകാര്യ വിദഗ്ധന്മാരെ അവരൊരുമിച്ചിരുത്തി അവരുമായിട്ട് ചർച്ച ചെയ്തു. ആ ധനകാര്യ വിദഗ്ധന്മാരെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി തീരുമാനിച്ചു അടുത്ത 5 വർഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്രമാത്രം കടമെടുക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നായിരുന്നു. ആ ഒരു ചിന്ത നമ്മുടെ നാട്ടിലെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ഭരണത്തെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയെടുക്കണം. ഈ ധനം ദുർവ്യയം അത് കുറയ്ക്കണം. നമ്മുടെ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ യുവതയെ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനർത്ഥം അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് പോകണ്ട എന്നല്ല. പക്ഷേ ഇവിടെ ഉള്ളവരുടെ കൂടി ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നല്ല സദ്ഭരണം, ഡബിൾ എൻജിൻ സർക്കാർ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്ക് പറയാൻ അഭിമാനമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള നിലയ്ക്ക് ഒരു പെട്ടെന്ന് നമ്മളൊരു സർഫസ് ലെവൽ നോക്കുമ്പം എല്ലാവരും പറയും കേരളം ബേസിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു നാടാണെന്നുള്ളത്. പക്ഷേ അതേ കേരളത്തിൽ തന്നെയാണ് അട്ടപ്പാടിയിൽ മധുവിൻ്റെ കൊലപാതകം നടക്കുന്നതും. പട്ടിണി എന്നുള്ള ഒരു മാറ്റർ ഒരുപാട് സ്ഥലത്ത് ഇന്നും ഒരുപാട് ജില്ലകളിൽ ഇന്നും നേരിടുന്നൊരു പ്രശ്നമാണ്. കേരളത്തിൽ ഈ പറയുന്ന ബേസിക് നെസസിറ്റി അല്ലെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ്സ് ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യേണ്ടതാണ്. ചെയ്യേണ്ട കാലം എന്നോ അതിക്രമിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിദാരിദ്ര്യ വിമുക്തമായി കേരളം എന്ന മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമായിട്ടാണ്. കഴിഞ്ഞ എത്രയോ വർഷം പാവപ്പെട്ടവർക്കിടയിൽ ഉൾപ്പെടെ യാത്ര ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അത് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. കാരണം എത്രയോ സ്ഥലങ്ങളിൽ ഇന്ന് വനങ്ങൾക്കകത്ത് ജീവിക്കുന്നവർക്ക് പോലും അവർക്ക് ഏകാധ്യാപക പാഠശാലകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കിയ രാജ്യമാണ് ഭാരതം. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനില്ലാത്തവർക്ക് മുഴുവൻ കുടിവെള്ളം കൊടുക്കണമെന്നും അതിന് ജൽനൽ പദ്ധതി ഇപ്പോഴും, മുൻപ് ജൽനിധി പദ്ധതിയും കൊണ്ടുവന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എത്രമാത്രം സ്പീഡിൽ ഇതെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൊണ്ടുവന്ന ഒരു നാട്. ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം 20 കിലോ ധാന്യം അത് 30 കിലോ വരെ അതത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം എന്ന് രേഖയിൽ എഴുതി വയ്ക്കുന്നത് മാത്രമല്ല അതിന് പണം മാറ്റി വയ്ക്കുന്നവരുടെ ഒരു രാജ്യം. അവിടെയാണ് ഒരു പിടി അരി ഇല്ലാത്തതിൻ്റെ പേരിൽ, അതെടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. ഇത് കാടുകൾക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ ST വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക്, പാവങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. 25 കൊല്ലം മുമ്പ് അട്ടപ്പാടിയിൽ കണ്ട അതേ കാഴ്ചകൾ, 25 കൊല്ലം മുമ്പ് വയനാടിൻ്റെ മലമടക്കുകളിൽ കണ്ട അതേ കാഴ്ചകൾ, ഇടമലക്കുടിയിൽ കണ്ട അതേ കാഴ്ചകൾ ഇന്നും ചില ഇടങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും അതൊരു കുറവായിട്ട് കണക്കാക്കാതെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സത്യസന്ധതയോടുകൂടി പെരുമാറും എന്ന് കേരളത്തിൻ്റെ ഭരണകൂടവും പ്രതിപക്ഷവും തീരുമാനിച്ചാൽ
അതിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ വേദനയോടുകൂടി പല ദൃശ്യങ്ങളെയും നമുക്ക് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ചിലരിലേക്ക് കിട്ടുന്നില്ല എന്ന ചോദ്യത്തിനുത്തരം ഏറ്റവും അവശത അനുഭവിക്കുന്ന മനുഷ്യരുടെ ശബ്ദത്തിന് കനമില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽ അംഗമല്ല എന്നുള്ളത് കൊണ്ടാണ്. അവന് ഭരണകൂടത്തിൻ്റെ സൗകര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അവന് വേണ്ടി രാജ്യം മാറ്റിവെക്കപ്പെടുന്ന കോടാനുകോടി രൂപയിലെ ഒരു രൂപ പോലും അവൻ്റെ അരികിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് MLA ഉത്തരം പറയേണ്ടതാണ്. ഇതിന് അതത് പ്രദേശത്തെ MP ഉത്തരം പറയേണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കലക്ടർ ഉടനടി ഇടപെടേണ്ടതാണ്. എന്നാൽ പലപ്പോഴും ഈ മധുവിൻ്റെ കൊലപാതകത്തിന് ശേഷവും FIR രൂപീകരിക്കുന്ന സമയം മുതൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി കൊടുക്കുന്ന കാര്യത്തിൽ ആ പ്രദേശം സന്ദർശിച്ച വ്യക്തികൾക്ക്, പല രാഷ്ട്രീയ പ്രമാണിമാരുമായിട്ടുള്ള ആളുകൾക്ക്, MLA മാർക്ക്, അതുപോലെ തന്നെ MP മാർക്ക്, മന്ത്രിമാർക്ക് സ്വമേധയാ അവർ തെറ്റുപറ്റിയത് സമ്മതിച്ചില്ലെങ്കിൽ പോലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളം ഇപ്പോഴും വിളിപ്പാടകലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണുകളും അതുപോലെ തന്നെ അവരുടെ കാലും സ്പർശിക്കുന്നതിൻ്റെ എത്രയോ വെളിപ്പാടകലെ ഇനിയും പാവപ്പെട്ടവരുടെ ദീനരോധനം ഉണ്ടാകും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതീവ ജാഗ്രതയോടുകൂടി കേരളത്തിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതീവ ദാരിദ്ര്യമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് നമ്മൾ മുന്നേറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഇപ്പോൾ തന്നെ വീണ്ടും പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 രൂപ അധിക പെൻഷൻ. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർവേ എടുക്കാൻ ആളുകളെ ഓരോ പ്രദേശത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണോ വേണ്ടത്? അതായത് ഉള്ള പെൻഷനെ നിലനിർത്തിക്കൊണ്ട് എല്ലാ മാസവും കൊടുക്കുകയും ഇവിടുത്തെ മനുഷ്യർക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി ഈ നാളിത്രയും ഉണ്ടാക്കിയെടുക്കാതെ പ്രധാനമന്ത്രി തീരുമാനമെടുത്ത 1 കോടി രൂപ ഒരു സ്കൂളിലേക്ക് കിട്ടുന്ന PM ശ്രീ പദ്ധതി പോലും നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക് വാങ്ങാൻ രാഷ്ട്രീയം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ചും നമ്മൾ വികസനത്തെക്കുറിച്ചും നമ്മൾ വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. തെറ്റാണ് കേരളത്തിലെ ജനങ്ങളോട് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. കുട്ടികളാണല്ലോ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്. അപ്പോൾ ആ കുട്ടികളുടെ സ്കൂളുകളിലേക്ക്, ക്ലാസ് മുറികളിലേക്ക് 1 കോടി രൂപ കൊടുക്കുന്ന പദ്ധതി അത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുത്ത കോൺഗ്രസ് അത് വേണ്ട എന്ന് പറഞ്ഞു? അത് വാങ്ങുന്നതിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുള്ള, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുള്ള ഇടങ്ങളിൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് സർക്കാർ സ്കൂളിലേക്ക് 1 കോടി രൂപ വാങ്ങാമെങ്കിൽ, കർണാടകയിൽ വാങ്ങാമെങ്കിൽ കേരളത്തിൽ അത് വാങ്ങരുത് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ എങ്ങനെ ധൈര്യം കിട്ടി ഇവിടുത്തെ പ്രതിപക്ഷത്തിന്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന നല്ല പദ്ധതികൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ, അത് കുട്ടികൾ അതിൻ്റെ ഗുണം അനുഭവിച്ചാൽ, അവർ നന്നായി പഠിച്ചാൽ, അവർ നല്ല ജോലി നേടിയാൽ, അവർ ഉയർന്നു പോയാൽ ഞങ്ങൾക്ക് കൊടിപിടിക്കാൻ ആളില്ല എന്ന് കരുതിയിട്ടാണോ? ആ ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് ഞങ്ങളുടെ മുന്നിൽ കണക്കുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളുമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് വ്യക്തിയും, ഞാനാകട്ടെ വേറൊരാളാകട്ടെ, ഏത് വ്യക്തിയും കേരളത്തിലെടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അവശത അനുഭവിക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ്. അത് ചെയ്യാതെ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു വട്ടത്തിനകത്താണ് നിൽക്കാൻ ഭാവമെങ്കിൽ ഇനിയും മരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം ഇതിൽ സംസാരിക്കുമ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു. എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ ഇന്നും സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടും കേരളത്തിൽ നടപ്പിലാകാതെ പോകുന്നതും എന്തൊക്കെയാണ് അറിയാതിരിക്കുന്നതും? പദ്ധതികൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് കേരളത്തിലും നടപ്പിലാക്കാതിരിക്കാൻ തരമില്ല. പക്ഷെ ചില പദ്ധതികൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഉദാഹരണത്തിന് വയസ്സായിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഏറെ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ വയസ്സായ ആളുകളെ
ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏത് ആശുപത്രിയിൽ ഏത് വലിയ രോഗത്തിന് ചികിത്സിക്കുമ്പോഴും ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലാകട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാകട്ടെ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മനുഷ്യർക്കും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് വേണ്ടെന്ന് വെച്ചു. ഇതിനു മുൻപ് ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കാരുണ്യ പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പല പദ്ധതികളും വേണ്ട എന്നവർ തീരുമാനമെടുത്തു. എന്നാൽ കാരുണ്യ ജനങ്ങളിലേക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ സാധിച്ചോ? ഇല്ല. എന്നാൽ കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികൾ കൊടുത്തോ? അതുമില്ല. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ എത്രമാത്രം കോടികൾ ലാപ്സാക്കി കളഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരം ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പലതവണ ചോദിച്ചിട്ടും അവർ മൗനം പാലിക്കുകയാണ്. ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 300-ലധികം പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതിൽ എത്ര പദ്ധതികൾ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ ഭരണകൂടം എന്നുള്ളതാണ്. ഇതിനൊരു കുറുക്ക് വഴിയുമില്ല, ഞങ്ങൾക്ക് ബോധ്യമായി. ഇതിന് ഏക വഴി എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. അത് നമ്മുടെ നാടിനെ മുന്നേറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയും ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇവിടെ മന്ത്രിമാരും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഉണ്ടാകുമെങ്കിൽ CPI ഞങ്ങളോളം ശക്തിയുണ്ടോ? എന്നാൽ CPIക്ക് മന്ത്രിമാരില്ലേ? മറ്റു മുന്നണി സംവിധാനം ലോറിയിൽ കയറ്റാൻ ആളില്ലാത്ത പാർട്ടിക്ക് മന്ത്രിയുണ്ട് കേരളത്തിൽ. അവർക്ക് ആളുകളില്ല, അവർക്ക് കൊടി പിടിക്കാനോ ജയ് വിളിക്കാനോ ആളില്ല. പക്ഷെ അവർ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ വിജയിക്കാതെ അല്ലെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ പോലും അധികാരം അവരുടെ കൈപ്പിടിയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്ന നോക്കിക്കാണുന്ന പൊതുസമൂഹം വർദ്ധിതമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ 20% വോട്ടിൽ നിന്ന് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴയിലൊക്കെ അത് 28.9% വോട്ട് നേടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ശ്രീ സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. അതിനെത്ര കഠിന പ്രയത്നവും ഞങ്ങൾ ചെയ്യും. അങ്ങനെ പാർട്ടിയെ വളർത്തുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കേരള നിയമസഭയിൽ എല്ലാ പാർട്ടിയിൽ നിന്നും ധാരാളം സ്ത്രീകൾ ജയിച്ച് MLA-മാരായിട്ട് വരണം എന്നാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് 33% സ്ത്രീകൾ അവർ ശക്തിയോടുകൂടിയിട്ട് അവിടെ ഇരിക്കുന്നത് കാണാനാണ് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് കാരുണ്യം കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്, അവർക്ക് ആളുകളെ ഒരുമിച്ച് ചേർക്കാൻ കൂടുതൽ കഴിവുണ്ട്. അപ്പോൾ എപ്പോഴും ഇരട്ട ജോലി വീട്ടിലും സമൂഹത്തിലും ചെയ്യാൻ ശക്തിയുള്ള സ്ത്രീ തൻ്റെ സ്വത്വബോധത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കാനും ആ കാഴ്ച കാണാനും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. മുതൽവർ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം CM ആവാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ആ പടത്തിലെ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദ എക്സാക്ട് ക്വസ്റ്റ്യൻ ഞാൻ ശോഭ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഒരു നാൾ മുതൽവൻ എന്നുള്ളൊരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാവാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യും? ഒന്നാമതായിട്ട് ഒരു തീരുമാനം എന്നുള്ളത് +2 പഠനം കഴിഞ്ഞാൽ പാഠപുസ്തകങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ +2 വരെ പഠിക്കാൻ സാധിക്കുന്ന ഒരു കുട്ടിക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് 25,000 രൂപയുടെ സ്കോളർഷിപ്പ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കുക, അവരെ വിദ്യാസമ്പന്നരാക്കുക. അവർക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവർക്ക് ഒരു 36,000 രൂപ തൊട്ടടുത്ത കർണാടകയിലെ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നോ ഉള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ജോലിക്കാവശ്യമായിട്ടുള്ള ധാരാളം സ്റ്റാർട്ടപ്പുകളും സ്റ്റാൻഡപ്പുകളും ഉണ്ടാക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഒരു മാരത്തോൺ മീറ്റിങ്ങുകൾ കേരളത്തിൽ സജ്ജമാക്കുക. അവിടെ ആദ്യം പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങി
ആൺകുട്ടിയിൽ നിന്ന് തുടങ്ങി ആരോഗ്യ മേഖലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രാണൻ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മമാർ, സെർവിക്കൽ ക്യാൻസറും അതുപോലെ തന്നെ സ്തനാർബുദവും ബാധിച്ചുകൊണ്ട് പിടഞ്ഞു വീണ് 2 ദിവസത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രോഗം ഉള്ള ഈ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു പ്രത്യേക സ്കീം തയ്യാറാക്കുക. ഉടനടി അടുത്ത ഒരു മീറ്റിംഗ് 1 മണിക്കൂറിന് ശേഷം വിളിക്കുമ്പോൾ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയെ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള MDMA പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ആരാണോ ഈ കേരളത്തിൽ വ്യാപരിപ്പിക്കുന്നത്, ഒറ്റ മണിക്കൂർ കൊണ്ട് കേരളം മുഴുവൻ അത്തരത്തിലുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ പൊതുകടം 4 ലക്ഷം കോടിയിൽ പരം വരുന്ന പൊതുകടബാധ്യതയായിട്ട് ഞാനും മോളും ഉൾപ്പെടെയുള്ള ആളുകൾ കടത്തിൻ്റെ പലിശ അടച്ചു വീട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ സ്വീഡൻ്റെ മാതൃകയിൽ ഈ കടത്തെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ധനകാര്യ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച നടത്തുക. അവർ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിന് അടിസ്ഥാനമായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത. അടുത്ത സെക്കൻഡിലുള്ള 1 മണിക്കൂർ മീറ്റിങ്ങിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നീണ്ട കടലോരമുള്ള കേരളത്തിൽ ഒരു ടൂറിസത്തിന് വളരെ വലിയ സാധ്യതയുള്ള നമ്മുടെ കേരളത്തിൽ ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മീറ്റിങ്ങും ആ മീറ്റിങ്ങിനകത്തൊരു തീരുമാനം എങ്ങനെ അഡ്വഞ്ചർ ടൂറിസത്തിനെ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും, അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ആ സ്ഥാപനം ഏറ്റവും ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും ആത്മീയ ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ആളുകളെ വരുത്താൻ സാധിക്കുന്ന രീതിയിൽ കുറ്റമറ്റ ഒരു ടൂറിസം സംവിധാനത്തെ ഒരുക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. സമയക്രമം അനുസരിച്ച് ഒരു ദിവസം കിട്ടിയാൽ ഈ നാടിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന, ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ദിവസം തരികയാണെങ്കിൽ അതിൻ്റെ പദ്ധതിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഡ്രഗ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇന്നും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ വിൽപ്പനയും വരുന്നത് പഞ്ചാബിലാണെന്നുള്ളത്. പക്ഷേ കേരളം ഒട്ടും പിറകിലല്ല. നമുക്ക് ഇന്നും ഉത്തരേന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെല്ലാവരും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ എന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഭൂരിപക്ഷം ആൾക്കാരും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം പദ്ധതികളും ഇത്രയധികം കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്ന സർക്കാരിന് എന്തുകൊണ്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗം നിർത്താൻ സാധിക്കുന്നില്ല? അതായത് ആഭ്യന്തര വകുപ്പിന് വളരെ വലിയ ഇച്ഛാശക്തി വേണം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു ജില്ലാ യോഗം ചേർന്ന് ആ തെറ്റ് ചെയ്ത ആളെ പുറത്താക്കുന്നു. തെറ്റ് ചെയ്ത ആളെ പുറത്താക്കി കോടിക്കണക്കിന് രൂപ അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആളെ പുറത്താക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നു. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അദ്ദേഹം തെറ്റ് ചെയ്ത ആളല്ലേ? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, നല്ല കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിന് ശക്തിയും തൻ്റെ ഇടവും കാണിക്കാൻ സാധിച്ചാൽ ഇത് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളതല്ല, എന്നാൽ പൂർണ്ണമായി നിർത്താൻ ആവശ്യമായ രീതിയിലേക്ക് യുവാക്കളെ എത്തിക്കാനും അതിലേക്ക് നമ്മുടെ സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ കുറ്റമറ്റതല്ലാത്ത രീതിയിലുള്ള ഈ മേഖല മുന്നോട്ട് പോകുമ്പോൾ അവിടെ പോലീസ് അധികാരികൾക്ക് കൃത്യമായി ഞങ്ങൾ പ്രയത്നം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ ഇതിന് പരിഹാരമുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ആര് വരുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവയിലെ ഒരു പിഞ്ചു കുഞ്ഞ് ബലാത്സംഗം ചെയ്യപ്പെട്ട് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു. പൗരത്വ നിയമം എന്തിനായിരുന്നു? ഏത് രാജ്യത്തു നിന്ന് നമ്മളിലേക്ക് ആളുകൾ വരുന്നു, ആരിവിടെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ച് പോലും ഒരു ഗവൺമെൻറ് സുചിന്തിതമായി തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് ആ പൗരത്വ നിയമത്തിനെതിരെ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ ഭയപ്പെടുത്തി നിർത്താനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അതെന്തിനാണ്? നമ്മുടെ നാട്ടിൽ നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ബ്രിട്ടനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളൊരു ഇസ്ലാമിക ലോകരാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവർ ചോദിക്കില്ലേ? നമ്മൾ എവിടെ നിന്ന് വരുന്നവരാണ് എന്ന് ചോദിക്കില്ലേ? അപ്പം നമ്മുടെ രാജ്യത്ത് ഇവിടെ മുസ്ലിം സുഹൃത്തുക്കളെ ഭയപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസൽമാൻ
നമ്മുടെ സഹോദരനല്ലേ. ആ നമ്മുടെ സഹോദരനായിട്ടുള്ള മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും പാഴ്സിയെയും ജൈനനെയും നമ്മുടെ അമ്മയുടെ മക്കളായി കണ്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കേണ്ടതിന് പകരം രാജ്യം ഒരു തീരുമാനമെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവനെ വേദനിപ്പിക്കാനും ഭീതിപ്പെടുത്താനും പരിശ്രമിക്കുന്ന ആളുകളുള്ള ഒരു കേരളത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാകണം, വരുന്ന ആളുകളുടെ കണക്കുണ്ടാകണം, താമസിക്കുന്നവർ എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു, അവർ ഏത് ജോലിയെടുക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം കേരളത്തിൻ്റെ മണ്ണിലുണ്ടാകണം. അതുപോലും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വേദനയോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനർത്ഥം വേറെ സ്റ്റേറ്റിൽ നിന്ന് ജോലി തേടി കേരളത്തിലേക്ക് വരുന്നവരെ നമ്മൾ സ്നേഹിക്കേണ്ട എന്നല്ല. എന്നാൽ അവർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ ജോലിക്ക് വേണ്ടിയാണോ വരുന്നത്, അവർ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, അവർ ഒറിജിനലായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യമില്ലാതെ വോട്ടിന് വേണ്ടി പെരുമ്പാവൂർ പ്രദേശത്തുള്ള ആളുകൾ എത്രയോ പരാതി പറയുന്നു. ആ പെരുമ്പാവൂർ മേഖലയിൽ, എറണാകുളത്ത് പെരുമ്പാവൂർ മേഖലയിൽ വരുന്ന ആളുകൾ ഇന്ത്യക്കാർ പോലുമല്ല എന്ന് പറയുന്ന എത്രയോ പരാതികളിൽ പരിശോധിക്കാനും അതുപോലെ തന്നെ കലക്ടറുമായിട്ട് സംസാരിക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു നാടുണ്ട്. നമ്മുടെ ഈ നാടിനെ തീർച്ചയായിട്ടും അപകടകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രാഷ്ട്രീയം ഒരു കാരണമാവരുത് എന്നുകൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ പൊതുവേ രണ്ടുപേരുന്ന ഡിസ്കഷൻ പൊളിറ്റിക്സ് സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു വിഷയമാണ് BJP മറ്റേതൊരു പാർട്ടിയേക്കാളും ഫണ്ട് അധികം വരുന്ന ഒരു പാർട്ടിയാണെന്നുള്ളത്. ശരിക്കും അതിലെന്താണ് യാഥാർത്ഥ്യം? എങ്ങനെയാണ് ഒരു പാർട്ടിയിൽ ഫണ്ടിങ് നടക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഈ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം കഠിനമായിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെ തന്നെ കരകയറി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രചാരവേല നടന്നു. അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ധാരാളം ഇത്തരത്തിൽ പൈസ വന്നു, ആ പൈസ പാർട്ടിയുടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ പ്രചാരം കേരളത്തിൽ ആകമാനം നടത്തുകയുണ്ടായി. എന്നാൽ പിന്നെ എന്തേ ആഭ്യന്തര വകുപ്പ് സംവിധാനം ഈ ഫണ്ട് കൊണ്ടുവന്നവരെ പിടിക്കാത്തത്? അത് യഥാർത്ഥത്തിൽ നടന്നതായിരുന്നുവെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ, അവരെ കസ്റ്റഡിയിലെടുക്കണ്ടേ? അതിനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കാതെ പോയി? ഏറ്റവും കൂടുതൽ ഞങ്ങളെ ദ്രോഹിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കേരളം ഭരിച്ചിട്ടും അത്തരം ഒരു സാഹചര്യത്തിലും ഒരാളെപ്പോലും പിടിക്കാൻ, കസ്റ്റഡിയിൽ വെക്കാൻ, അവരെ നീതിന്യായ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇതൊരു കഥയായിരുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അട്രാക്ഷൻ ആയിക്കൊണ്ട് ആളുകൾ, കയ്യിൽ സാമ്പത്തികമുള്ളവർ ഒരു പിരിവ് പോലും തരാത്ത അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ തരം താഴ്ത്തുക എന്നുള്ള ഒരു വലിയ പണി കേരളത്തിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, BJP ഞങ്ങൾക്ക് ഫണ്ട് തരുന്ന ആളുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് നടത്തുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടി ചിട്ടവട്ടങ്ങൾക്കും നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ കേരളത്തിൽ പല രീതിയിലും ഞങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ BJP എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് ആൾക്കാരുടെ ഒരു ധാരണയുണ്ട്. അതായത് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അതായത് ഇപ്പോൾ ഒരുവിധം മുൻകിട നാഷണൽ ടെലിവിഷൻ ചാനലുകൾ BJPയുടെ കയ്യിലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എഗെയിൻസ്റ്റ് BJPക്ക് വേണ്ടി BJPയുടെ എഗെയിൻസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരെ നിശബ്ദരാക്കും. ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം BJPനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ശരിക്കും BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണോ? ഞാൻ പറഞ്ഞതിൽ എന്താണ് സത്യാവസ്ഥ? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ എത്രയോ മാധ്യമങ്ങൾ അപമാനിച്ചു, ആക്ഷേപിച്ചു, എത്രയോ ചർച്ചകൾ രാജ്യം മുഴുവനുണ്ടായി. അപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ എതിരായി സംസാരിക്കുന്നവരെ, അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പരിശ്രമിക്കുന്നത് നമ്മൾ കണ്ടില്ല. അന്നും ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് എതിരാളികൾ ഉണ്ടാകും, നമ്മളെ ഇഷ്ടമുള്ളവരും നമ്മളെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും. അവർ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. പ്രതിപക്ഷം ശക്തമാകുമ്പോഴാണ് പ്രതിപക്ഷ ശബ്ദം, അതായത് മാധ്യമങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരെയെല്ലാം ബഹുമാനത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെയും അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും
അവർക്ക് BJPയിലെ ഏതൊരാളെയും ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾക്കും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയില്ല. എത്രയോ വിഘടനവാദങ്ങളും വർഗീയവാദങ്ങളും എത്രയോ കൊലപാതകങ്ങളും ഒക്കെ നടന്ന നമ്മുടെ ഭാരതത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒറ്റപ്പെട്ട ഏതെങ്കിലും ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ രാജ്യം വളരെ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഐക്യപ്പെട്ടുകൊണ്ട് ഈ നാട് മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് BJPയെ NDAയെ ഈ പ്രധാനമന്ത്രിയെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികളെന്ന് പോലും പറയാൻ പറ്റില്ല, ചില സംഘടനകൾ, ആ സംഘടനകൾ പോലും ഇന്ന് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കാരണം 16-ലധികം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത, ലോകം ഒരു വലിയ കൊറോണ പാനിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ബോംബ് വർഷിക്കുന്ന, ഈ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അയൽ രാജ്യങ്ങളായിട്ടുള്ള അവിടെയുള്ളവർക്ക് പോലും ഞാൻ കോവിഡ് വാക്സിൻ കൊടുക്കും, അവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ എത്രയോ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കോവിഡ് വാക്സിൻ കൊടുത്ത് അതിൻ്റെ പേരിൽ വരെ പുകഴ്ത്തപ്പെട്ട ഒരാളായിട്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കാവൽക്കാരൻ മാറിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം RSSകാരനാണ്. RSSൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? RSSനെ എപ്പോഴും പറയും, BJP എപ്പോഴും പറയും ഫാസിസമാണ് മുഖമുദ്ര എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഘടന? വ്യക്തിയിലൂടെ രാഷ്ട്രനിർമ്മാണം നടത്തിക്കൊണ്ട് രാഷ്ട്രത്തെ പരം വൈഭവത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ഞങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അമരമാകണം എൻ്റെ രാഷ്ട്രം, വിശ്രുതി നേടണം, നിഖില വൈഭവപൂർണമാവണം എവിടെയും ജനജീവിതം. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നത്. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്, NDA പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് കമ്മ്യൂണിസം റഷ്യൻ വിപ്ലവത്തിലൂടെ കടന്നു വന്നു, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലൂടെ കടന്നു വന്നു, അതുപോലെ തന്നെ പിന്നീട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായി, പിന്നീട് നമ്മൾ കാണുന്നത് റഷ്യ മാത്രമായിട്ട് മാറി, ബാക്കി ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈന പോലും ഇന്ന് ഏറ്റവും വലിയ മുതലാളിമാരെ കാണുന്ന ഒരു രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. കേരളത്തിലും വ്യത്യാസമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വത്തിനെക്കുറിച്ചും ഇവിടുത്തെ ചില രാഷ്ട്രീയ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള മന്ത്രിമാരുടെ സ്വത്തിനെക്കുറിച്ചും ഒക്കെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് BJPയെ ഒരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് ആക്കി ഫാസിസ്റ്റായി അവതരിപ്പിക്കുക, യഥാർത്ഥ ലോകം വെറുക്കപ്പെടുന്ന, ലോകത്തെ 2/3 ഭാഗം സ്വന്തമായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസത്തെ ലോകം മുഴുവൻ തിരസ്കരിച്ചിട്ട് ഇന്ന് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ അത് അടുത്ത നാളുകളിൽ തുടച്ചു മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം കൊണ്ടാണ് ഈ ഫാസിസം എന്നുള്ള വാക്ക് ഞങ്ങളുടെ തലയിൽ ചാർത്തപ്പെട്ടത് എന്നുള്ളതാണ്. ഈ പാർട്ടി ഫാസിസ്റ്റ് ആയിരുന്നുവെങ്കിൽ, ഈ പാർട്ടിയുടെ നേതാക്കൾ ഫാസിസ്റ്റ് സമീപനമുള്ളവരായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ശ്രീമതി ദ്രൗപദി മുർമു ST വിഭാഗ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു ആളായി കയറി വന്നിട്ടുള്ള ശ്രീമതി ദ്രൗപദി മുർമുവിന് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാകാൻ സാധിച്ചത്? അതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉപരാഷ്ട്രപതിക്ക് ഈ എത്ര സ്ഥാനമാനങ്ങളിൽ, എത്ര കേന്ദ്രങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ കഴിവും പ്രാപ്തിയുമുള്ള ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ സാധാരണക്കാരെ കൈപിടിച്ച് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പാർട്ടിയെ ഫാസിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കും? അത് ഞങ്ങൾക്ക് ചാർത്തി തന്നിട്ടുള്ള ഇവർ മറ്റുള്ള ആളുകൾക്കിടയിൽ ഞങ്ങളെ പറയാൻ ഒരു കഥയുണ്ടാകണം, ആ കഥയ്ക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാകണം. അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തുനിന്ന് എത്രയോ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഭരിക്കുകയാണ്. 16ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. അതുപോലെ തന്നെ സഖ്യകക്ഷിയുമായിട്ട് ഞങ്ങൾ 4ഓളം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു. ഇപ്പോൾ ഞാൻ മോളുടെ മുന്നിൽ ഒരു ഭൂപടത്തെ പ്രദർശിപ്പിച്ചാൽ, ഇന്ത്യ ഭൂപടത്തെ പ്രദർശിപ്പിച്ചാൽ, അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒരു മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തിയാൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് മറ്റൊരു നിറത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് പടർന്ന് പന്തലിച്ച് വളർന്നു കഴിഞ്ഞു. ആന്ധ്ര വരെ
ഞങ്ങളുടെ ഭരണകൂടം എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേവലം ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭരിക്കുന്ന ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് ഫാസിസമല്ല. ഞങ്ങളുടെ ദർശനം ഏകാത്മ മാനവ ദർശനമാണ്. ആ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് രാജ്യത്തെ, രാഷ്ട്രത്തെ പരമമായിട്ടുള്ള വൈഭവത്തിലേക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവനെ കൂടി കൈപിടിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു ദർശന സംഹിതയാണ്. അത് ഗാന്ധിയൻ സോഷ്യലിസത്തിലെ നല്ല ഭാഗങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസം പറയുന്ന സമത്വവും സോഷ്യലിസത്തിലെ നല്ല ഭാഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീമാൻ ദീനദയാൽ ഉപാധ്യായജിയാണ് അതിൻ്റെ ഏറ്റവും ഞങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ പകർന്നു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവിഷ്കരിക്കുമ്പോൾ ഒപ്പം കർഷകരെ മുന്നേറ്റുകയാണ്. അപ്പോൾ കൃഷിക്കാരനോട് അവൻ്റെ സോയിൽ ഹെൽത്ത് കാർഡ്, അവൻ്റെ കൃഷിഭൂമിയിൽ നിന്നും ഉൽപ്പന്നം സംഭരിച്ച് അത് പുറം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമീണ സടക്ക് യോജന റോഡുകൾ, ആ പദ്ധതികൾ, അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് വിത്തിനും വളത്തിനും സൗജന്യമായിട്ടുള്ള പദ്ധതികൾ, അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള എത്രയെത്ര പദ്ധതികളാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കൊടുക്കുന്നത്, പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്, അമ്മമാർക്ക് കൊടുക്കുന്നത്. ഈ എല്ലാ പദ്ധതികളെയും കോർത്തെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി പോലും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യം അതിവേഗതയിൽ സാമ്പത്തിക മേഖലയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ G20 തലവനാകുന്നു. നമ്മൾ 11ാം സ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ. ആ രാജ്യം ഇന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് അത്ഭുതത്തോടുകൂടി വികസിത രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ നോക്കിക്കാണുകയാണ്. ആ രാജ്യം, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, എനിക്ക് നിങ്ങൾ കുറച്ച് കാലം തരൂ, ഞാൻ ഇവിടുത്തെ യുവതയെ ഉപയോഗിച്ച്, ഞാൻ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിച്ച്, ഞാൻ ഇവിടുത്തെ കർഷകരെ ഉപയോഗിച്ച്, ഞാൻ ഇവിടുത്തെ അമ്മമാരെ ഉപയോഗിച്ച് അവരുടെ മടിശീലിൽ പണം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും സ്റ്റാൻഡപ്പ് ഇന്ത്യയിലും ഒക്കെ പദ്ധതിയുണ്ട്. 10,000 കോടി രൂപയുടെ പദ്ധതി, അതായത് ടെക്സ്റ്റൈൽ പാർക്ക് നമ്മുടെ നാട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 10,000 കോടി രൂപയുടെ ടെക്സ്റ്റൈൽ പാർക്ക് നമുക്ക് കിട്ടും. 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള ആളുകൾക്ക് അവിടെ ജോലി കിട്ടും. ഓരോ പദ്ധതികളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഫാസിസ്റ്റ് പാർട്ടി എന്ന് വിളിച്ചതുകൊണ്ടോ ആക്ഷേപിച്ചതുകൊണ്ടോ ഞങ്ങൾ അന്യം നിന്ന് പോകുന്നില്ല. ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളോടൊപ്പം വരുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാർക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. BJP എന്നുള്ളൊരു പാർട്ടി, പാർട്ടിയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം സ്വീകാര്യത കിട്ടും എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. പലരും BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇന്നും കാണുന്നത്. സോ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണോ? അതിൽ യാഥാർത്ഥ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് രാഷ്ട്രത്തെ പരം വൈഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി അതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയേണ്ടായി. അവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമാണ് ആ സങ്കല്പം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല പേരിട്ടിട്ടുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പാർട്ടിയാണ്. ഇപ്പോൾ നോക്കൂ, ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡറായിട്ടുള്ള മുക്തർ അബ്ബാസ് നഖ്വി എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ്. നജ്മ ഹെപ്തുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ലീഡറാണ്. ഇപ്പോൾ തന്നെ വേറൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടിരിക്കുന്ന ശ്രീമൻ നസീർ, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡറാണ്. ഷാനവാസ് ഹുസൈൻജിയെ പോലെയുള്ള ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിനകത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർമാരായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിലും നമുക്കറിയാം, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റായിട്ട് മിസ്റ്റർ അബ്ദുള്ള കുട്ടി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ വൈസ് ചാൻസലറായിരുന്ന സലാം സാർ പ്രവർത്തിക്കുന്നു. 90% മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പറക്കുന്ന, അതായത് വിരലിൽ എണ്ണാവുന്നത് മാത്രം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങൾ ഈ കഴിഞ്ഞ തൃശ്ശൂരിലെ കോർപ്പറേഷനിൽ മുംതാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുട്ടി. കാരണം അവൾക്ക് ആഗ്രഹമായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്, അവൾക്ക് താല്പര്യമുണ്ടായിരുന്നു, അവൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയുണ്ടായി. അവളുടെ ആ വാക്കിനെ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് മുംതാസിന് ഞങ്ങളുടെ
കുട്ടിയായിട്ട് ഞങ്ങൾ അവളെ ഷാളിട്ടു, സ്വീകരിച്ചു. അവൾക്ക് ടിക്കറ്റിൽ അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ കൊടുത്തത്? കാരണം അവിടെ എല്ലാ സമയത്തും BJPക്ക് ഞങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. ആ കോർപ്പറേഷനകത്ത് ഒരു പെൺകുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവൾ മുസ്ലിമാണ്, അവൾ മാറി നിൽക്കട്ടെ എന്നല്ല ഞങ്ങൾ ചിന്തിച്ചത്. എന്നാൽ ഇതുപോലെ ചിന്തിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർ ഒറ്റ കാര്യമേ ഉള്ളൂ, പൗരത്വ നിയമം ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ മുസ്ലിംസിൻ്റെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുമോ? നിങ്ങളെല്ലാം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ് BJP വന്നാൽ എന്നുള്ള ഒരു നെറേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഭീതി ജനിപ്പിക്കുക. ഇതിനി അധികകാലം മുന്നോട്ട് പോവില്ല. ഇത് കഴിഞ്ഞ കുറേ കാലമായി പരീക്ഷിക്കുകയും അവർ അതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാലാംശത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ മുസ്ലിമിനും ഇന്ത്യയിലെ NDA ഗവൺമെൻറ്റിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് എന്തെതിരാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം പോലും അവരുടെ മനസ്സിനകത്തില്ല. അപ്പോൾ മുസ്ലിം സുഹൃത്തിന് വേദനിക്കുന്ന ഒരു അനുഭവം ഇല്ലാതിരിക്കുകയും ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഹജ്ജിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനക്രമങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് മുസ്ലിം സുഹൃത്തുക്കൾക്ക് വെറുക്കാൻ സാധിക്കുക? ആകെ അവരോട് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പൗരത്വ നിയമം കൊണ്ട് നിങ്ങൾക്ക് അപകടമുണ്ടാകുന്നുവെന്നുള്ള നെഗറ്റീവ് നരേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭരണമാണ് നടത്തുന്നത് എന്ന് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല രാജ്യം മുന്നോട്ട് പോവുകയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. മൈനോറിറ്റി മേഖലയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന പണത്തിൻ്റെ 6 ഇരട്ടിയും 10 ഇരട്ടിയും തുക അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. മൈനോറിറ്റി കമ്മീഷൻ്റെ അധ്യക്ഷനെ പോയി കണ്ടാൽ ഏതൊരു സാധാരണ മുസ്ലിമിനും അവരുടെ വേദനകൾ പറയാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും വഖഫ് ബോർഡിൻ്റെ ചെയർമാനും ഈ രാജ്യത്തെ മുസ്ലിം പള്ളികൾക്കകത്തിരിക്കുന്നവർ പറയുന്ന കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളെ പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ ഏത് മുസ്ലിമിനാണ് എതിര് എന്നുള്ളത് തീർച്ചയായിട്ടും നാട് ചർച്ച ചെയ്യില്ലേ? അപ്പം ഞങ്ങൾ രാജ്യസ്നേഹമുള്ള മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ എതിരില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ നാട്ടിൽ അതായത് മുസ്ലിം പെൺകുട്ടിയായിട്ടുള്ള മലാലയെ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചത് ഭീകരവാദികളാണ്. ആ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കാണ് നമ്മളെതിര്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത നാടാണ് ഭാരതം. അപ്പം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന തലയിൽ തൻ്റെ മതചിഹ്നത്തെ തലയിലിട്ടുകൊണ്ട് മാത്രം യാത്ര ചെയ്യുന്ന, തൻ്റെ മതഗ്രന്ഥത്തെ ഖുറാനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ആ സഹോദരിക്ക് പോലും ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഞങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും. അവരുടെ മനസ്സിനകത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പകർന്നു കൊടുത്ത കാര്യങ്ങളെ ഞങ്ങൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സുതാരീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ ലിറ്ററസി റേറ്റ് കേരളത്തിലെ ആൾക്കാർ ഇപ്പോഴും ഭയങ്കര പൊക്കി പറയുന്ന ഒരു കാര്യമാണ്. കേരളം എന്ന് പറയുന്നതിൽ 100% ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന കൂട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ശരിക്കും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്ററുകളോ അല്ലെങ്കിൽ ലാബുകളോ യൂണിവേഴ്സിറ്റികളോ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് നമുക്കില്ല. അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന് ഇങ്ങനൊരവസ്ഥ? നമുക്ക് ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറവായിട്ടും നമുക്ക് ലിറ്ററസി റേറ്റ് ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മളിപ്പോഴും ഹുക്ക് ചെയ്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിന് ഈ ഒരു അവസ്ഥ വരാൻ കാരണം? ഇനി ഫ്യൂച്ചറിൽ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ രീതി എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് കൂടുതൽ സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കണം. ഇപ്പോൾ ആനിമേഷന് വേണ്ടി മാത്രമായിട്ട് യൂണിവേഴ്സിറ്റികൾ ഉള്ള സ്റ്റേറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവിധ സ്റ്റേറ്റുകളിൽ ഓരോ മേഖലയിലും, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ലോകം ഉറ്റുനോക്കുന്ന അന്തർവാഹിനി കപ്പൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്.
ടെക്നോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അത് IIT ആവട്ടെ, IIM ആവട്ടെ, എല്ലാം നമുക്ക് കേരളത്തിലേക്ക് വേണ്ടി തന്നിട്ടുള്ള IITക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം പോലും കണ്ടെത്താൻ നമ്മുടെ നാട്ടിൽ സാധിച്ചിട്ടില്ല. എയിംസ് നല്ല രീതിയിൽ നല്ല ഒരു സ്ഥലത്ത് പോയി ചോദിച്ചിരുന്നുവെങ്കിൽ എത്രയോ വർഷം മുമ്പ് ആ ഭൂമി ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായിരുന്നു എങ്കിൽ വിഴിഞ്ഞം കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചുവെങ്കിൽ എയിംസ് എന്നേ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആരാണോ ഫെഡറൽ സംവിധാനമാണ് ഇത്, കേന്ദ്രത്തിന് നേരിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരാണോ ഇതിനു വേണ്ടിയെല്ലാം പ്രവർത്തനക്ഷമമാകേണ്ടത് അവർ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ആരെങ്കിലും നേരെയാക്കാൻ ശ്രമിച്ചാലോ? ഒരു ഗവർണർ കേരളത്തിലേക്ക് വന്നു, ശ്രീമാൻ ആരിഫ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് തന്നെ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ കാണുന്ന ഒരു കാഴ്ച, രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കൾക്ക് ഉന്നതമായിട്ടുള്ള നിയമനങ്ങൾ കിട്ടുന്നു. രാഷ്ട്രീയക്കാർ MLA അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ജോലിക്കാർ, ആ ജോലിക്കാരെ 2 വർഷം കൂടുമ്പോൾ മാറ്റുന്നു, പുതിയ ആളെ കൊണ്ടുവരുന്നു. അപ്പോൾ മാറ്റിയ ആൾക്കും പെൻഷൻ, പിന്നെ കൊണ്ടുവന്ന ആൾക്കും പെൻഷൻ. അതായത് എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നാട്. അതായത് യൂണിവേഴ്സിറ്റികളിലെ ഉന്നതമായിട്ടുള്ള ചുമതലകളിൽ പോലും രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ആളുകളെ ഇരുത്തി ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലത്ത് രാജ്യത്ത് മുന്നേറിയിരുന്ന കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ഇകഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഗവർണറെ കണ്ട നാടാണ് ഈ കേരളം. ഇവിടെ എങ്ങനെ, ഞാനത് ഇത്രയും വിശദമായി പരത്തി പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ടുള്ള സർവകലാശാലയിൽ ഉന്നതമായിട്ടുള്ള ജോലി കിട്ടുന്നു. എന്നാൽ അതേ നാട്ടിൽ ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ പഠിച്ച മറ്റൊരു സാധാരണ പെൺകുട്ടിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടുന്നില്ല. മറ്റൊരു സഖാവിൻ്റെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടുന്നു. കൂടെ പഠിച്ച കണ്ണൂരിലെ സഖാവിൻ്റെ PhD ചെയ്ത് അതിനേക്കാൾ കൂടുതൽ പഠിച്ച കുട്ടിക്ക് പോലും കാശില്ലാത്ത വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ജോലി കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികളെ PSCയും കാത്തിരിക്കുമ്പോൾ തലമുണ്ടനം ചെയ്ത് മുട്ടിലഴഞ്ഞ് കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തിയിട്ട് അവർക്ക് ജോലി കിട്ടേണ്ട ഗതികേട് കേരളത്തിൻ്റെ മണ്ണിലുണ്ടായത് നമ്മളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും കാണുകയും അതിലെ ചില കുട്ടികളെ കൂട്ടി ഗവർണറെ കാണാൻ പോയ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ആ കെട്ടുപാടുകളെ പൊട്ടിച്ച് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനത്തെത്തണം. അതിന് BJPക്കാരനും കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും ആ കാര്യത്തിൽ ഒന്നാവണം. തൊട്ടടുത്ത സ്റ്റേറ്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിക്കൊണ്ടുവന്ന് അവൻ്റെ നാട്ടിൽ യൂണിവേഴ്സിറ്റികൾ കെട്ടിപ്പൊക്കുമ്പോൾ 3 ദിവസത്തിൽ ഒരു ദിവസം ഒരു സർവകലാശാലയ്ക്ക് ഇന്ത്യയിൽ തറക്കല്ലിടുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അതുണ്ടാകുന്നില്ല എന്ന് ഭരണപക്ഷം പറയണം, അവിടെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന പ്രതിപക്ഷവും പറയണം. എന്തുകൊണ്ട് ഈ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി? നിങ്ങൾക്ക് മാറി മാറി ഭരിക്കാൻ കേരളത്തിൽ അവസരം തന്നല്ലോ. എന്തേ നിങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മുറുക്കാൻ കട പോലും പെട്ടെന്ന് ഉണ്ടാകാത്തത്? അതിനർത്ഥം മുറുക്കണം എന്നുള്ളതല്ല, അതൊരു ശൈലീ പ്രയോഗമാണ്. അതായത് ഒരു പെട്ടിക്കട പോലും, അല്ലെങ്കിൽ ഒരു സോപ്പ് ഫാക്ടറി ഉണ്ടായിരുന്ന അടച്ചുപൂട്ടുന്നു. ഒരു എന്തൊക്കെയാണോ കേരളത്തിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം കൊട്ടിയടച്ചു. എന്നാൽ പിന്നെ സ്വകാര്യ മേഖലയെ കൈപിടിച്ചു കൊണ്ടുവന്ന് അതിൽ രക്ഷയുണ്ടോ? നമ്മുടെ നാട്ടിൽ വ്യവസായം വരാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വൈദ്യുതി ക്ഷാമമാണ്. ഈ വൈദ്യുതി ക്ഷാമം എന്തിന് ഈ KCB എന്ന് പറയുന്ന വെള്ളാണിയെ തന്നെ തീറ്റിപ്പോറ്റണം? മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ സ്വകാര്യ മേഖലയിൽ നിന്നും വൈദ്യുതി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വകാര്യ മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ആ കമ്പനിയെ ഇത് ഏൽപ്പിക്കാനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് ജനങ്ങൾ ഇങ്ങനെയുള്ള നാട്ടിൽ ആരാ വരിക? ഒരു കമ്പനി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൽക്കത്തയിൽ ഒരു പുതിയ കമ്പനി വരികയുണ്ടായി. ആ കമ്പനി വന്നിട്ടുള്ളത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വൈദ്യുതി വേണം, എപ്പോഴും വെള്ളം വേണം. അപ്പോൾ എപ്പോഴും വൈദ്യുതിയും എപ്പോഴും വെള്ളവും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന കേരളത്തിൽ അഴിമതിയിലൂടെ വികസനത്തെ മുരടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വ്യവസായ പുരോഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഉണ്ടാകില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് മാറ്റം. രാഷ്ട്രീയക്കാരന് സ്വകാര്യ വിമാനം വേണം, രാഷ്ട്രീയക്കാരന് ആപ്പിൾ ഫോൺ വേണം, രാഷ്ട്രീയക്കാരന് നല്ല കമ്പ്യൂട്ടർ വേണം, രാഷ്ട്രീയക്കാരന് കറങ്ങുന്ന കസേര വേണം, രാഷ്ട്രീയക്കാരന് ശീതീകരിച്ച ഓഫീസ് വേണം. ഇതൊന്നും ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ട എന്ന് ചടിക്കുകയാണെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ആളുകളുടെ ശൈലിയിൽ പറഞ്ഞാൽ
അതിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റം ഈ കേരളത്തിൽ ഉണ്ടായിക്കൂടെ എന്നുള്ള ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ പിങ്കിൻ്റെ ഒരു വൈൻഡപ്പ് സെഷനിലോട്ട് അടുക്കുകയാണ്. സോ പിങ്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കുള്ള ഓഡിയൻസ് കൂടുതലും വിമൻ ആണ്. നമ്മൾ വിമൻ ഓറിയൻറ്റഡ് കോണ്ടൻസ് ആണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു അധികാരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ശോഭ ചേച്ചിയെ പോലെ അറിയപ്പെടുന്ന വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രം മതിയോ ഈ പ്രവർത്തന മേഖലയിൽ? ഇനിയും സ്ത്രീകൾ വേണ്ടേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ധാരാളം സ്ത്രീകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭരണപക്ഷത്തും അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഭാരതീയ ജനതാ പാർട്ടിയിലും ഒക്കെ ധാരാളം സ്ത്രീകൾ വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. കേരള നിയമസഭയിൽ 33% സ്ത്രീകൾ ഇരിക്കുന്ന ആ വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ച അത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തകയാണ് ഞാൻ. ഇപ്പോൾ സ്ത്രീക്ക് പ്രാതിനിധ്യവും പ്രാധാന്യവും എൻ്റെ പാർട്ടി നൽകി എന്ന് ഞാൻ പറയുന്നത് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ പ്രസ്ഥാനത്തിന് അതിനാവശ്യമായി ഭരണഘടനയെ പൊളിച്ചെഴുതാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിനർത്ഥം ഇനിയും വേണം എന്നുള്ളത് തന്നെയാണ്. അതിനർത്ഥം ഇനിയും കേരളത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ സ്ഥിതി സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്, ഞങ്ങൾ ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ കേരളത്തിൽ ഈ പുരുഷന് കൊടുക്കുന്നിടത്തോളം സ്ഥാനമാനങ്ങളിൽ സ്ത്രീക്ക് കൊടുക്കണം എന്ന് അവർ തീരുമാനമെടുക്കാതിരുന്നത്? അവരല്ലേ മാതൃക കാണിക്കേണ്ടത്? അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കാൻ എത്രയോ വർഷങ്ങൾ അവർക്ക് കിട്ടിയിട്ടും ഇടതുപക്ഷം ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്, കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഉയർത്തി അത് മനുഷ്യരുടെ, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും സിരകളിൽ പടർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആളുകളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ആ പാർട്ടി വിജയിച്ചതിന് ശേഷം അകത്തിരുന്ന ശ്രീമാൻ നായനാരെ, മത്സരരംഗത്തെ MLA സീറ്റിൽ മത്സരിക്കാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് ശ്രീമതി KR ഗൗരിയെ സൈഡ് ലൈൻ ചെയ്ത് പാർശ്വവൽക്കരിച്ച് മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. ജയിക്കാൻ സാധിക്കുന്ന എത്രയോ സീറ്റുകളും എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പകുതി സ്ഥാനങ്ങൾ ജയിച്ച മന്ത്രിമാർ സ്ത്രീകൾക്ക് കൊടുക്കാമായിരുന്നല്ലോ? അവർ കൊടുക്കാൻ തയ്യാറായില്ല. കോൺഗ്രസ്സിലാണെങ്കിലോ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് ശ്രീമതി ഇന്ദിര ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മകുടത്തിൽ വന്നു എന്നതൊഴിച്ചാൽ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കുന്ന എത്ര സ്ത്രീകൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്? എന്നാൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഭാരതീയ ജനതാ പാർട്ടിയിൽ മധ്യപ്രദേശ് ഭരിച്ചത് ശ്രീമതി ഉമാഭാരതിയാണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ ഭരിച്ചത് ഒരു സ്ത്രീയാണ്, വസുന്ധരയാണ്. അതുപോലെ തന്നെ ഇന്ന് ഡൽഹി ഭരിക്കുന്നത് ശ്രീമതി രേഖയാണ്. അതുപോലെ ശ്രീമതി സുഷമ സ്വരാജിനെ പോലെ, നിർമ്മല സീതാരാമനെ പോലെ, സ്മൃതി ഇറാനിയെ പോലെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്ന് വിരാജിക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി 33% സംവരണം പാർലമെൻറ്റിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, വളരെയധികം മറ്റു ചെറു ഘടകകക്ഷികളുടെ വലിയ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ആ കമ്മിറ്റി വിളിക്കാനും യോഗം ചേരാനും ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും, മറ്റു സംസ്ഥാനങ്ങളിലെ ഘടകകക്ഷികളായിട്ടുള്ള, ഞങ്ങളുടെ ഘടകകക്ഷികളല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ ഒരു രീതിയിലും അവർ അംഗീകരിക്കില്ല. അവർ ഒന്നുകിൽ അവർ മത്സരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാര്യ മത്സരിക്കും, അല്ലെങ്കിൽ അവരുടെ മകൻ മത്സരിക്കും എന്നുള്ള എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർത്തിട്ടും ആ 33% ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രാതിനിധ്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അഗാധമായിട്ടുള്ള പരിശ്രമം നടത്തുകയും അത് നിയമമായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇത് ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനെയും മാർക്സിസ്റ്റിനെയും ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പച്ചയ്ക്ക് എല്ലാ പോയിന്റുകളിലും രാഷ്ട്രീയം പറയുകയാണ് എന്നുള്ള ഒരു തോന്നലല്ല, അതിൻ്റെ ആധികാരികതയിലേക്ക് കൂടി പ്രേക്ഷകർ പോകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ 4 ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് ഞങ്ങൾ സ്ത്രീകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സംസ്ഥാന ഭാരവാഹികൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു പേരിന് ഒരു സ്ത്രീ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇത്രയും കാലം അവർ ഭരിച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും CPIയിൽ ഒരു സ്ത്രീയുണ്ട്, CPIMൽ ഒരു സ്ത്രീ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മാറ്റം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വലിയൊരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. വലിയ പരിപാടി എന്ന് പറയുന്നത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്നും അതുപോലെ തന്നെ സംഘടന കൊണ്ട് ശക്തിപ്പെടണമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ അന്ധവിശ്വാസത്തിനും അനീതിക്കുമൊക്കെ എതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ആ ഒരു പോയിന്റിനെ ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള, ഞാൻ ഈശ്വരനായിട്ട് കാണുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മകൾ ആവാഹിച്ചെടുത്തുകൊണ്ട് ശിവഗിരി കുന്നുകളിൽ വലിയ പ്രഭാഷണങ്ങൾ നടക്കും എല്ലാ കൊല്ലവും. ആ പ്രഭാഷണം നടക്കുമ്പോൾ കഴിഞ്ഞ വർഷവും എനിക്ക് പോകാൻ സാധിച്ചു. അതിൽ നിരവധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുണ്ടായിരുന്നു, കോൺഗ്രസിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. ഒരു സെഷനിൽ എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇത്തവണ ആ കഴിഞ്ഞ കൊല്ലം അവർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വപ്നം പോലെ കേരളത്തിൽ സ്ത്രീകൾ പ്രൗഢോജ്വലമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രസംഗിച്ച ഒരു മന്ത്രിയെ ഞാൻ അന്ന് കേൾക്കുകയുണ്ടായി. ഇത്തവണ വീണ്ടും പ്രസംഗമുണ്ടായി. ആ പ്രസംഗത്തിലും സ്ത്രീയുടെ സമത്വത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ഒക്കെ അവിടെ വാതോരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാരെ എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ചു. എൻ്റെ വേദിയിൽ ശ്രീമാൻ പിണറായി വിജയനും അതുപോലെ കർണാടകയുടെ മുഖ്യമന്ത്രിയും നമ്മുടെ വേദിയിലുണ്ടായിരുന്നു, മറ്റു രാഷ്ട്രീയക്കാരും ആ വേദിക്കകത്തുണ്ടായിരുന്നു. എന്നാൽ വാക്കും പ്രവൃത്തിയും സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിൽ രണ്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് തോന്നി, അതായത് എന്തിനു വേണ്ടിയാണോ ഈ സദസ്സുകളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത്, ആ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി ചിന്തിച്ച നിരവധിയായിട്ടുള്ള കുമാരനാശൻ നിരവധി കവിതകൾ എഴുതിയിട്ടുള്ള, അത് നമ്മളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുള്ള ഈ കേരളത്തിൽ സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്നത് മൈക്കിനു മുന്നിൽ മാത്രമാണ് എന്നുള്ള ഒരു വേദനയോട് കൂടിയിട്ട് ആ ശിവഗിരിയുടെ മലമടക്കുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന ഒരു ചിത്രം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിശിഷ്യ ഭരണം നിരവധി തവണ കിട്ടിയിട്ടുള്ള കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ അസംബ്ലിയിലെങ്കിലും സദ്ബുദ്ധി ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിൽ എവിടെ മൈക്ക് കിട്ടിയാലും, ഏത് സെമിനാറിലും ഏത് സിമ്പോസിയത്തിലും മൈക്ക് കിട്ടിയാലും എൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇകഴ്ത്തപ്പെട്ടു പോയ, കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും മുൻനിരയിലേക്ക് വരാൻ സാധിക്കാതെ പോയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി തുറന്ന് പ്രസംഗിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതിൽ എന്നെ ഏതർത്ഥത്തിൽ ചിത്രീകരിച്ചാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നടക്കാതിരിക്കാം, അറിഞ്ഞൂടാ, എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ആസ്ക് യു, ഇപ്പം തെരഞ്ഞെടുപ്പ്, നമ്മുടെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കൂ. അന്നത്തെ ദിവസത്തെ രാത്രി ശരിക്കും ശോഭ ചേച്ചി ഉറക്കം ഇല്ലാത്തൊരു രാത്രിയാവുമോ അത് നന്നായി കിടന്നുറങ്ങുന്ന ഒരു രാത്രിയാവുമോ? ആ ഒരു രാത്രി എങ്ങനെയായിരിക്കും? ഒരു 2 വരിയിൽ. ജയിച്ചാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല. ആ രാത്രിയിൽ ഞാൻ ആലപ്പുഴയിലെ ഒരു പക്ഷേ എൻ്റെ പാർട്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണമല്ലോ ഒരു ടിക്കറ്റ് തരിക. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ജയിച്ചതിന് ശേഷം മത്സ്യപ്രവർത്തകർക്കിടയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനില്ലാത്ത, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നറിയാത്ത, അവരെ എങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറക്കണം എന്നറിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കിടയിലേക്ക് കടൽ തീരത്തുകൂടെ നടന്നു പോകണം എന്നാണ് എൻ്റെ സ്വപ്നം. യെസ്. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യാതൊരു അജണ്ടയോ എനിക്കോ ഇവിടെ വന്നിരിക്കുന്ന ശോഭ ചേച്ചിക്കോ ഇല്ല. നമ്മൾ പൊതുവെ എല്ലാ പെർസ്പെക്റ്റീവ്സും എന്താണെന്ന് നമ്മൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ ഓരോ മനുഷ്യന്മാർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും, അതിനെ എഗെയിൻസ്റ്റ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ കേൾക്കാനും നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മളത് തിരിച്ച് പറയാനും പഠിക്കണം. അതേപോലെ തന്നെ ഒരു കോണ്ടൻറ്റ് മാത്രമാണിത്. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് പിങ്ക് ഇറ്റ്.